ഒരു പാമ്പ് ഇങ്ങനെ തല പൊക്കി പിടിക്കുമ്പോൾ അതിൻ്റെ ശരീരം ഉടലിങ്ങനെ ഉയരുന്നത് മാതിരി നമ്മുടെ ബുദ്ധി നമ്മളെ ഉയർത്തണം, ഉയർത്തി അങ്ങോട്ട് കെട്ടണം. ഇതാണ് നമുക്ക് ആവശ്യം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ച. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉദ്ദേശിക്കാൻ പറ്റുമോ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ധർമ്മപത്നി റാഞ്ചപ്പെട്ടു, എവിടേക്കാ അറിയില്ല, അവസാനം കണ്ടുപിടിച്ചതോ ലങ്കയിലാണ്, നമ്മുടെ രാജ്യത്തിലും കൂടിയല്ല. ആ കണ്ടുപിടിക്കാനുള്ള ഒരു ദൗത്യം ഹനുമാനെ പോലെയുള്ള ഒരു വാനരനാണ് നിർവഹിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വാൽമീകി ചോദിക്കുകയാണ്, വാനരാണാം നരാണാം ച കഥമാസീത് സമാഗമഃ. സുഗ്രീവനും ശ്രീരാമനും കൂടി സഖ്യം ചെയ്തത് വാനരനും നരനും കൂടിയിട്ടുള്ള ഒരു സംയോഗമാണത്, ഒരു സന്ധ്യ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചുകൂടാ? അത് കഴിഞ്ഞ് ഹനുമാനാണ്. ഹനുമാൻ പോകാൻ തീരുമാനിച്ചപ്പോൾ ശ്രീരാമൻ തന്നെ ആ കയ്യിലുള്ള മോതിരം അഴിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു പക്ഷേ തോന്നിക്കാണും ഹനുമാൻ കണ്ടുപിടിക്കും സീതയെ. അപ്പോൾ ഒരു അടയാളം എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു കൊടുത്തതാ വിളിച്ച്. അദ്ദേഹം എവിടെ പോയി എങ്ങനെയൊക്കെ പെരുമാറിയോ ഒക്കെ വളരെ ബുദ്ധിശാലിയായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. ആ ബുദ്ധിയുടെ ബലം, യശസ്, നാം ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ കീർത്തികരമായിരിക്കണം. കീർത്തിയെ നാം അഭിലഷിക്കരുത്, കീർത്തിമാനാകണം എന്ന് വിചാരിക്കരുത്. പക്ഷേ നാം ചെയ്യുന്ന പ്രവൃത്തി കറതീർന്ന് പവിത്രമായി ജനോപകാരപ്രദമായി ശാശ്വതമായി മൂല്യവത്താവണം. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ സ്വാഭാവികമായും അനിഷേധ്യമായും അതൊക്കെ പ്രസിദ്ധമായിക്കോളും, കീർത്തി തന്നെ വന്നോളും. അപ്പോൾ അത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ യശസ്, ധൈര്യം, സമയോചിതമായിരിക്കുന്ന മനഃപ്രഭാവം നമുക്കുണ്ടാവണം. താഴേണ്ടയിടത്ത് താഴണം, ഉയർന്നു നിൽക്കേണ്ടയിടത്ത് ഉയർന്നു നിൽക്കണം. ഹനുമാൻ എന്താ ചെയ്തത്? അവിടെ ചെന്നു, അവസാനം അന്തഃപുരത്തിലൊന്നും സീതയെ കണ്ടില്ല. അവസാനം എല്ലാം പോയി തിരയാനുള്ള ഒരു സ്ഥലം അശോകവടിക മാത്രമേ ഉള്ളൂ, അതും കൂടി കണ്ടുകളയാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ സീത അവിടെ ഇരിക്കുന്നു. ഈ സീതയെ കണ്ടുപിടിച്ചു എന്നുള്ളത് ശരി, പക്ഷേ ഈ സീതയുടെ മുൻപിൽ ഒരു വാനരൻ ചെന്ന് ഞാൻ ശ്രീരാമദൂതനാണ് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ശത്രുവിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ശത്രുവിന് പല അടവുകളും ഉണ്ടാവും, അതിൽപ്പെട്ട ഒന്നാണെന്നല്ലേ വിചാരിക്കുള്ളൂ. ഇനിയിപ്പോൾ എങ്ങനെയാ ഞാൻ അങ്ങോട്ട് പോവുക എന്ന് വിചാരിച്ച് ആലോചിച്ചപ്പോൾ ആ വാനരന് തോന്നിയത്രേ, അതെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ മരത്തിൻ്റെ മുകളിലിരുന്ന് രാമ 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 എന്നങ്ങോട്ട് പറയാം. ഈ രാമശബ്ദം കേൾക്കുമ്പോൾ സീതയ്ക്ക് മനസ്സിലാവും ഈ വന്നിട്ടുള്ള ആൾ രാമപക്ഷക്കാരനാണ്, എതിർപക്ഷക്കാരനല്ല. അങ്ങനെയാണത്രേ വാല് താഴത്തിട്ട് അവസാനം ചാടിയിറങ്ങിയത്. അപ്പം എല്ലാ സ്ഥലത്തും ഹനുമാന്റെ യോഗ്യത, ബുദ്ധിവൈഭവം വളരെ വിശേഷമാണ്. നിർഭയത്വമരോഗത. നമ്മുടെ പ്രേക്ഷകന്മാർ ഇത്ര അധികം ആൾക്കാരുണ്ടല്ലോ, നമുക്ക് വലിയൊരു മിലിറ്ററിയൊക്കെ ഉണ്ട്. അവരുടെ ബ്രിഗേഡിയർമാരോടും ജനറൽമാരോടൊക്കെ ചോദിക്കും, അവർ തയ്യാറുണ്ടാവുമോ ഇങ്ങനെ ഒറ്റയ്ക്ക് കയ്യിൽ തോക്കൊന്നുമില്ലാതെ രാവണൻ്റെ രാജധാനിയിൽ ചെന്ന് സീതയെ കണ്ടുപിടിച്ച് അവിടെ രാവണൻ വിളിച്ച സമയത്ത് അങ്ങോട്ട് പോവാൻ തയ്യാറായിട്ട് ആരെങ്കിലും പോവോ? അവിടെ ചെന്നപ്പോൾ രാവണൻ വലിയ സദസ്സിലിരിക്കുക, എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഒരു അഭയാർത്ഥിയോ അല്ലെങ്കിൽ ഒരു കുറ്റക്കാരനെ പിടിച്ച് ശിക്ഷിക്കാൻ കൊണ്ടുപോകണ മാതിരിയാണല്ലോ കൊണ്ടുപോയത്. ഹനുമാൻ അവിടെ ചെന്നിട്ട് നോക്കി, രാവണൻ കേമനായിട്ട് ചക്രവർത്തിയായിട്ടിരിക്കുക, ഞാൻ വന്നിട്ടുള്ളത് ശ്രീരാമ മഹാപ്രഭുവിൻ്റെ, രാമചന്ദ്രപ്രഭുവിൻ്റെ ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് പറ്റിയ ഒരു സ്വീകരണം എനിക്കിവിടെ കിട്ടിയില്ല എന്ന്. അപ്പം രാവണൻ മേപ്പത്ത് സിംഹാസനത്തിലിരിക്കുന്നു, ഹനുമാനെ അവിടെ കൊണ്ടൊരു വേലക്കാരനമായി നിർത്തി. അപ്പോൾ ഇവരാരും എനിക്ക് ആസനം തരാൻ തയ്യാറില്ല. അപ്പം ഹനുമാൻ എന്ത് ചെയ്തു? വാലുകൊണ്ടിങ്ങനെ ചുഴത്തി രാവണൻ ഇവിടെ ആയിരിക്കണേന്ന് വെച്ചാൽ അങ്ങനെ ചുഴത്തി അവിടെ ചാടി അങ്ങോട്ട് ഇരുന്നു. രാവണൻ ഇങ്ങനെ നോക്കി സംസാരിക്കേണ്ടി വന്നു. ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഇന്ത്യയിൽ പ്രവർത്തിക്കാനുണ്ടോന്ന്. ഇതാണ് നമ്മുടെ ആദർശം. നമുക്ക് പണമല്ല ഇവിടെ പ്രധാനം, പഠിപ്പല്ല ഇവിടെ പ്രധാനം, നമ്മുടെ മനസ്സിൻ്റെ പ്രത്യുത്പന്ന മതിത്വം, അതിൻ്റെ വൈഭവമാണ്. ആരുടെ മുൻപിലും കൂസാതെ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവരുടെ ഉള്ളിലും എന്തുണ്ട്? പാഞ്ചഭൗതികമായ ഒരു ശരീരമുണ്ട് എല്ലാവർക്കും, അത് തനിക്കുമുണ്ട്. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു മനസ്സേ ഉള്ളൂ, അത് തനിക്കുണ്ട്. ഒരു ബുദ്ധിയേ ഉള്ളൂ, അത് തനിക്കുണ്ട്. ഒരഹങ്കാരം, അതുകൊണ്ട് തനിക്ക്. എല്ലാറ്റിനും മീതെ ഒരു പരമാത്മാവുണ്ട്, അത് എല്ലാവരിലും തുല്യമാണ്. അപ്പം നമ്മൾക്ക് എവിടെയാ താഴ്മ?
എവിടെയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം? ഒരപകർഷതാബോധവുമില്ലാതെ ഹനുമാൻ ഒറ്റയ്ക്ക് രാവണൻ്റെ സ്വർണ്ണ രാജധാനിയിൽ പെരുമാറിയത് ഇതാണ് ഹനുമാന്റെ വിശേഷം. നിർഭയത്വം. അയ്യോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഇവരെല്ലാവരും കൂടി പിടികൂടിയാൽ ഞാൻ എന്തു ചെയ്യും? അവസാനം ഈ വാർത്ത മടങ്ങിപ്പോയി പറയാനും കൂടി പറ്റില്ല എന്ന് പേടിച്ചൊന്നുമില്ല, വിറച്ചൊന്നുമില്ല, ഒരു വിറയുണ്ടായില്ല. അർജുനൻ വരെ വിറച്ചു പടക്കളത്തിൽ കൃഷ്ണന്റെ കൂടെ നിന്നിട്ട്. ഹനുമാൻ ഒരാളുമില്ലാതെ ഒരു വിറയുമില്ലാതെ അവിടെ പോയി കാര്യം നടത്തി. നിർഭയത്വം, അരോഗത, അരോഗദൃഢഗാത്രത, അജാഡ്യം. അജാഡ്യം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? മടി പിടിച്ച് മടി തൂങ്ങിയിരിക്കുക, വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉറക്കം വന്നു, വേറെ ഒന്ന് വന്നു, ഇങ്ങനെയൊന്നും അല്ലാതെ. വാക്പടുത്വം ച, സംസാരിക്കേണ്ട സമയത്ത് നല്ല ഭാഷ ഉപയോഗിച്ച്, നല്ല വാക്കുപയോഗിച്ച്, സുദൃഢമായ സ്വരത്തിൽ ധാരാളം ആത്മവിശ്വാസത്തോടുകൂടി അങ്ങനെ മുത്ത് പോലെ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ഹനുമത് സ്മരണാത് ഭവേത്. ഈ ഗുണങ്ങളൊക്കെ ഹനുമാനെ സ്മരിച്ചാൽ ഉണ്ടാവുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കാനുള്ള ഗുണങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിന് ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നമ്മൾ കൊടുക്കുക. അതാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഇതൊരു സിദ്ധിയല്ലേ? ആലോചിച്ച് നോക്കൂ. മനോജവം ഹനുമാനുണ്ടായിരുന്നു. യദാ മന ഉപാദായ യദ്യദ്രൂപം ബുഭൂഷതി തത്തത് ഭവേൻ മനോരൂപം മദ്യോഗബലമാശ്രയ. ഇതാണ് വേറെ ഒരു കാര്യം. യഥാ മദ്യോഗബലം ആശ്രയ മനഃ ഉപാദായ യത് യത് രൂപം ബുഭൂഷതി മനഃ തത് രൂപം ഭവേത്. ചുരുക്കി പറഞ്ഞിരിക്കുക, ബുഭൂഷതി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എന്താണോ നാം ആകാൻ അല്ലെങ്കിൽ ഭവിപ്പാൻ, ആയിത്തീരാൻ ആശിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അത് മനസ്സങ്ങനെ ആക്കി തീർക്കുമത്രേ. നമ്മുടെ വേട്ടാളിനും കൂടുമൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ഒരു എക്സാമ്പിൾ, യഥാ മന ഉപാദായ യദ് രൂപം ബുഭൂഷതി. ആദ്യമായി നിങ്ങളുടെ മനസ്സിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നല്ല ഒരു സ്വാധീനം ഉണ്ടാകട്ടെ. സ്വാമിജി, ഞാൻ കണ്ണടച്ചിരുന്നാലുണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ച വിചാരമൊന്നുമല്ല വരണത്, എന്തൊക്കെയോ വരുന്നു. അയൽവക്കക്കാരെ കുറിച്ച് വരിക, പണ്ട് നടന്നതൊക്കെ വരിക. ഇങ്ങനെയൊക്കെ ഉള്ളൊരു പാട്ടുണ്ടല്ലോ, നിങ്ങളുടെ പാട്ട്. ആ പാട്ടൊക്കെ നിൽക്കണം. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അധീനത്തിലുണ്ടാവണം. അതിനെന്ത് വേണം? നമ്മുടെ ഐച്ഛിക വിചാരം മനസ്സിന് എപ്പോഴും ഒരു ആഹാരമായി കൊടുക്കണം. ഈ മന്ത്രജപം എന്ന് പറയുന്നത് അതാ. എന്താ ഈ മന്ത്രജപം? മനനം ചെയ്താൽ മനുഷ്യനെ സംരക്ഷിക്കുന്നത് എന്തോ അതാണ് മന്ത്രം. മനനാത് ത്രായത. ഇത് മനനം ചെയ്താൽ മനുഷ്യനെ രക്ഷിക്കും. രാമരാമ 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 എന്ന് പറഞ്ഞിട്ട് ആ രാമശബ്ദമാണ് ഹനുമാനെ രക്ഷിച്ചതും ഹനുമാനെ ബലവാനാക്കി തീർത്തതും. അതേമാതിരി നിങ്ങളെ ബലവാനാക്കി തീർക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് എന്ന് മനസ്സിലാക്കൂ. ആ മനസ്സ് ദുർബലമാണെങ്കിൽ അതിനെ സബലമാക്കി തീർക്കുക. അതിനുള്ള വഴി എന്താ? ബലത്തിനെക്കുറിച്ച് അനുസന്ധാനം ചെയ്യുക, ധ്യാനിക്കുക, സ്മരിക്കുക, ആലോചിക്കുക, അതിനെക്കുറിച്ച് ഇങ്ങനെ സമ്പർക്കം നടത്തുക മനസ്സാണ്. അപ്പം മനസ്സ് എന്തെല്ലാം രൂപം ആയിത്തീരാൻ ആശിക്കുന്നുവോ തത്തത് ഭവേൻ മനോരൂപം. മനസ്സ് ആ രൂപമായിത്തീരുമത്രേ. മനസ്സ് തന്നെയാണ് എല്ലാം ആവുന്നത്. സ്വാമിജി, മനസ്സിന് അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് നിങ്ങൾ ചോദിച്ചാൽ സർവ്വ ആൾക്കാരെ ഞാൻ വിശ്വസിപ്പിക്കാം. അതാണ് ഈ സ്വാമിജിയുടെ പ്രത്യേകത. വിശ്വസിക്കാത്തവരെ മുഴുവൻ വിശ്വസിപ്പിക്കും ഞാൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ, മറുപടി പറയോ? നിങ്ങൾ സ്വപ്നം കാണാറില്ലേ? ഉവ്വ്. ആ സ്വപ്നത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു? പലതും. ഈ ജാഗ്രത അവസ്ഥയിൽ കാണുന്നത് പോലെ ഒരു ലോകമില്ലേ അവിടെ? പഞ്ചഭൗതികമായിട്ടുള്ള ഒരു ലോകം, ഭൂമി, സമുദ്രം എല്ലാം അടക്കം. ഉവ്വ്. അവിടെ യാത്രകൾക്ക് തീവണ്ടി ഉണ്ടോ? ഉവ്വ്. വിമാന ഗതാഗതമുണ്ടോ? അതുമുണ്ട്. കാറും ബസ്സും ഒക്കെയോ? അതുമുണ്ട്. ഹോട്ടലുണ്ടോ? ഉവ്വ്. ഇനി എന്താ പോരായ അവിടെ? അവിടെ ഖരവസ്തുക്കൾ, ദ്രവവസ്തുക്കൾ, വാതവസ്തുക്കൾ, പ്രകാശമാനമായ പലതും എല്ലാം ഉണ്ടേ? ഉവ്വ്. ഇതൊക്കെ നിങ്ങളല്ലേ അനുഭവിക്കുന്നത്? അതെ. അതാരുണ്ടാക്കി? എന്താ മേപ്പെട്ട് നോക്കണേ? ആരാ ഉണ്ടാക്കിയത്? മനസ്സാണല്ലോ ഉണ്ടാക്കിയത്. അപ്പം മനസ്സിന് ഇത് മുഴുവൻ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ധ്യാനിച്ചാലും അതേ മനസ്സിത് ഉണ്ടാക്കില്ലേ? ഇല്ല എന്ന് പറയാൻ നിങ്ങളുടെ ഇടയിൽ വല്ലവരും ഉണ്ടോ? എനിക്കൊന്ന് ടെലിഫോൺ ചെയ്യണം. ഇന്നത്തെ ടെലികാസ്റ്റ് കേട്ട ഉടനെ ടെലിഫോൺ ചെയ്യണം.
ഒന്നിലോ ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ആരോടും ഒന്നും പറയണ്ട, ഇല്ല എന്നുണ്ടെങ്കിൽ പറയണം. യഥാ മന ഉപാദായ യദ്യദ്രൂപം ബുഭൂഷതി തത്തദ്ഭവേൻ മനോരൂപം മദ്യോഗബലമാശ്രയ. മദ്യോഗബലമാശ്രയ. എന്താകാൻ ഇച്ഛിക്കുന്നുവോ മനസ്സ്, ആ മനസ്സ് അതങ്ങടാവും. മനസ്സ് ചിന്തിക്കാനുള്ളതാണ്. ചിന്തിച്ചുകൊണ്ടാണ് അത് രൂപപ്പെടുന്നത്. ചിന്ത ചിന്ത. ഒരു പുരുഷൻ വിചാരിക്കുകയാണ് ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീ 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 എന്ന് പറഞ്ഞ് ആ വിചാരം മനസ്സിലങ്ങോട്ട് പൂർണ്ണമായി ഉറച്ച് ഒരു ഐഡൻറ്റിറ്റി വന്നു എന്നിരിക്കട്ടെ, ഒരു താതാത്മ്യം, നമ്മുടെ അംഗങ്ങളടക്കം മാറി നമ്മൾ സ്ത്രീയാവും. സ്ത്രീയാവും, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. മുക്താഭിമാനി മുക്തോ ഹി ബദ്ധോ ബദ്ധാഭിമാന്യഭി. അഷ്ടാവക്രൻ ജനകനോട് പറയുക എങ്ങനെ മുക്തി ഉണ്ടാവും, എങ്ങനെ ജ്ഞാനം സമ്പാദിക്കാം, വൈരാഗ്യം എങ്ങനെ വളർത്തിയെടുക്കാം എന്നാണല്ലോ എന്നോട് ചോദിച്ചത്. എളുപ്പമായിട്ടുള്ള ഒരു ഫോമുല ഞാൻ പറയാം. ജനക, അങ്ങ് മഹാരാജാവാണ്, ജ്ഞാനമാർഗത്തിലും ധാരാളം പ്രബുദ്ധനാണ്, ശാസ്ത്രങ്ങളൊക്കെ അറിയാം. അപ്പം അവസാന കാര്യങ്ങൾ ഫോമുല രൂപത്തിലേ പറയുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മുക്താഭിമാനി മുക്തോഹി. മുക്തൻ എന്നുള്ള അഭിമാനം തുടർച്ചയായിട്ട് നിലനിർത്തിയാൽ ആ ആള് മുക്തനാകും. ബദ്ധോ ബദ്ധാഭിമാന്യവി. അതേ, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞങ്ങളൊക്കെ ദുർബലരാണല്ലോ സ്വാമിജി, ഈ ജന്മം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല, 10 ജന്മം കഴിഞ്ഞിട്ടെങ്കിലും ഞങ്ങൾക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് പറയുന്ന കൂട്ടരുണ്ടല്ലോ. മുഖം പോലും നോക്കരുത് അവരുടെ. 10 ജന്മം കഴിഞ്ഞിട്ടോ? നിങ്ങൾക്ക് ഈ ജന്മത്തിൽ മുക്തരാവാൻ എന്താ തടസ്സം? നിങ്ങൾക്ക് പ്രാപ്തിയില്ലെങ്കിലും നിങ്ങൾ ആശ്രയിക്കുന്ന ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമാണല്ലോ. അദ്ദേഹത്തിന് ഒരു ജന്മത്തിൽ മോക്ഷം തരാൻ പറ്റിയില്ലെങ്കിൽ, ഈ ജന്മത്തിൽ മോക്ഷം തരാൻ പറ്റിയില്ലെങ്കിൽ ഒരു ജന്മത്തിലും പറ്റില്ല. വേറെ വല്ലവരെയും കണ്ടുപിടിച്ചോ. നിങ്ങളുടെ വിശ്വാസമാണ്. ഈശ്വരൻ സർവജ്ഞനോ സർവശക്തനോ എന്നാൽ മോചിപ്പിക്കാൻ പറ്റില്ലേ? ആര് പറഞ്ഞു പറ്റില്ല എന്ന്? നിങ്ങൾ പറയുക. ആ പണ്ടത്തെ ഇല്ലപ്പാട്ട് പൊല്ലായ്മ പാട്ട് അതേ ഉള്ളൂ. ശരിയായ പാട്ട് ആർക്കും ഇല്ല. മുക്താഭിമാനി മുക്തോഹി ബദ്ധോ ബദ്ധാഭിമാന്യഭി. മുക്തനാണെന്ന് അഭിമാനിക്കുന്നവൻ മുക്തനാകുന്നു, ബദ്ധൻ എന്ന് വിചാരിക്കുന്നവൻ ബദ്ധനായിത്തീരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. യഥാ മന ഉപാദായ യദ്യത് രൂപം ബുഭൂഷതി. കഴിയും. ഇവിടെ മനസ്സാണ് ഇവിടെ പ്രമാണം. അപ്പോൾ ഓരോ തരത്തിലുള്ള സിദ്ധിക്ക് വേണ്ടി ഓരോ തരത്തിലുള്ള ധ്യാനം വേണ്ടതുപോലെ വിവരിച്ച് വന്ന് കൃഷ്ണൻ ഇടയിൽ പറഞ്ഞു വയ്ക്കുക. ഞാൻ ഈ പറയുന്നതിൽ എല്ലാറ്റിലുമുള്ള രഹസ്യം നിങ്ങളുടെ മനസ്സിൻ്റെ അന്തർഗതമായ ശക്തിയാണ്. അതിൽ സ്വാഭാവികമായിട്ടുമുള്ളതാണ്, ആരും കൊടുത്തിട്ട് വേണ്ട. ഇത് തന്നെയാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിലും പറഞ്ഞത്. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനമവസാദയേത്. അവനവൻ്റെ ഉൾബലം കൊണ്ട്, ഉൾവിവേകം കൊണ്ട്, ഉൾവികാസം കൊണ്ട്, ഉറപ്പുകൊണ്ട് എന്തു വേണം? അവനവനെ ഉയർത്തണം. താഴ്ത്തിക്കെട്ടരുത്. താൻ തന്നെയാണ് തൻ്റെ ബന്ധു, താൻ തന്നെയാണ് തൻ്റെ ശത്രുവും. അവനവനെ ശത്രുവാക്കി തീർക്കരുത്. നിങ്ങളുടെ ഏഴത്തം എന്നേക്കുമായി വിട പറയട്ടെ. പ്രേക്ഷകരെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരൊറ്റ ആളുടെ കുടുംബത്തിലും ഈ മനോദാരിദ്ര്യത്തോടുകൂടി ഏഴത്തത്തോടുകൂടി ഒരൊറ്റ കുഞ്ഞ് ജനിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു എല്ലാവരെയും. നമ്മളാണത് തിരഞ്ഞെടുക്കണതെന്ന്, നമ്മുടെ കയ്യിലാണത്. ഇതിന് ഇല്ലപ്പാട്ട് പാടരുത്. കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ആ മനസ്സിനെ എങ്ങനെ ധ്യാനിപ്പിക്കണം. പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നു. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. നമുക്ക് അണിമയും വേണ്ട, മഹിമയും വേണ്ട, ലഘിമയും വേണ്ട, ഗരിമയും വേണ്ട. എന്നാൽ നമുക്ക് ഒന്ന് വേണം. എന്ത്? നമ്മുടെ മനസ്സ് ഉജ്ജ്വലമാവണം, ജാജ്വല്യമാനമാവണം. അതിന് സങ്കല്പശക്തി വേണം, ഇച്ഛാശക്തി വേണം, അതിന് സുന്ദരത വേണം, തൃപ്തി വേണം, സാഫല്യം വേണം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി മനസ്സിനെ ഉപയോഗിക്കണം. പരകായം വിശൻ സിദ്ധ ആത്മാനം തത്ര ഭാവയേത് പിണ്ഡം ഹിത്വാ വിശേത് പ്രാണോ വായുഭൂത ഷഡംഘ്രിവത്. കൃഷ്ണൻ വിടണമൊന്നുമില്ല. നമ്മുടെ ശാസ്ത്രം വെറുതെ ഒന്നും നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. വേദങ്ങൾ സ്വർഗങ്ങളെയും നരകങ്ങളെയും കുറിച്ച് വിവരിച്ചു. കൃഷ്ണൻ ഇവിടെ പറയുന്നത് എന്താ? ഇഹലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഭക്തന് തന്നെ നേടിയെടുക്കാൻ സാധിക്കാവുന്ന വിഭവങ്ങളും യോഗ്യതകളും എത്രയുണ്ട്. എന്ത് പ്രയോഗിച്ച്? മനസ്സിനെ പ്രയോഗിച്ച്. വേറെ ഒരു വസ്തുവും ഇവിടെ വരുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ ധ്യാനം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്.
പരകായം വിശൻ സിദ്ധ. വേറെ ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കണം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ആത്മാനം തത്ര ഭാവയേത്. വേറൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കണം എന്നല്ലേ നിങ്ങളുടെ വിചാരം? അതെ. പ്രവേശിച്ചാലോ നിങ്ങൾ എവിടെയായിരിക്കുക? ആ ശരീരത്തിൽ. ഇപ്പം തന്നെ കണക്കാക്കിക്കോളൂ, ഞാൻ ആ ശരീരത്തിലാണെന്ന്. അവിടെ പ്രവേശിക്കാൻ ഇച്ഛിക്കുന്ന ഒരാൾക്ക് ഞാൻ അതിലാണെന്ന് വിചാരിച്ചൂടെ? അയ്യോ അതെങ്ങനെയാ? അപ്പം പിന്നെ പ്രവേശിക്കാനും പറ്റില്ല. പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ അവിടെ ധ്യാനിക്കണം. നിങ്ങൾക്ക് അവിടെ പോകേണ്ടതല്ലേ ആവശ്യം. ഇപ്പം മനസ്സ് ഇവിടെയാണ്. അപ്പോൾ ആത്മാനം തത്ര ഭാവയേത്. അപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിലല്ല, ശരീരം നമ്പർ എയിലാണ്, 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 അവിടെ അവിടെ. അതങ്ങോട്ട് വിചാരം. ആ വിചാരം മുഴുക്കണം, അതായിത്തീരണം. പിണ്ഡം ഹിത്വാ വിഷേത് പ്രാണോ വായുഭൂത ഷഡംഗ്രിവത്. അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് നിങ്ങൾക്ക് തന്നെ തോന്നും, ദാ ഞാൻ അങ്ങോട്ട് പോവായി എന്നങ്ങോട്ട് തോന്നും. അത് 1 മണിക്കൂർ കൊണ്ട് തോന്നിയെന്ന് വരില്ല. നിങ്ങൾ സിദ്ധനാണെങ്കിൽ ഒരു പക്ഷേ ആ സമയം 10 വർഷം ധ്യാനിക്കേണ്ടത് 10 മാസമോ 10 ദിവസമോ 10 മണിക്കൂറോ 1 മണിക്കൂറോ ആയി എന്ന് വരും. നടാണ് നിങ്ങൾ ഇതിന് മാത്രമായിട്ട് പരിശ്രമിക്കുമ്പോൾ ആ അവധി കുറച്ച് കൂടിയെന്ന് വരും. ഒരു വണ്ട് ഒരു പുഷ്പം വിട്ട് വേറെ ഒരു പുഷ്പത്തിലേക്ക് പോകുന്നത് മാതിരി പ്രാണനെ അങ്ങോട്ട് വിട്ട്, ദേഹത്തെ വിട്ട് പ്രാണൻ അങ്ങോട്ട് പോകും. ഇതാണ് പരകായ പ്രവേശം. ഈ പരകായ പ്രവേശത്തിൽ മനസ്സിൻ്റെ ശക്തി മാത്രമേ ഇവിടെ കളിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. സാധാരണ നമ്മുടെ വിചാരം എന്താ? എല്ലാം നമ്മുടെ ആവണമെന്നാണ്. കണ്ണുകൊണ്ട് കണ്ടതും കൂടി എൻ്റെ ആവണമെന്ന്, അവനവൻ്റേതാക്കാൻ, സ്വകീയമാക്കാനാണ് എല്ലാവരുടെയും വിചാരം. ഈ പരകായ പ്രവേശത്തിനോ തൻ്റെ ദേഹത്തെ പോലും വിടണം. നിങ്ങൾ ആരെങ്കിലും അതിന് തയ്യാറുണ്ടോ? നല്ലോണം ആലോചിച്ച് പറയും. തൻ്റെ ദേഹത്തിന് വിട്ട് വേറൊരു ശരീരത്തിൽ പ്രവേശിക്കണം, അതാണ് ആവശ്യം. അപ്പം തൻ്റെ ദേഹത്തെ വിട്ട് ആ മനസ്സ് മുഴുവനും അവിടെയായി 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 അവിടെ തന്നെ അവിടെ തന്നെ അവിടെ തന്നെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെയ്തു. ഇതാണ് പരകായ പ്രവേശം. ഒരു മാജിക്കും ഇല്ല, ഇതൊക്കെ മനസ്സിൻ്റെ. പാർഷ്ണ്യാപീഡ്യഗുദം പ്രാണം ഹൃദുര കണ്ഠമൂർധസു ആരോപ്യ ബ്രഹ്മരന്ധ്രേണ ബ്രഹ്മ നീത്വോത്സൃജേത്തനും. സ്വേച്ഛാമൃത്യു എന്ന് പറയുന്ന ഒരു സിദ്ധിയുണ്ട്. ആ സിദ്ധിയെ പറ്റിയിട്ട് അദ്ദേഹം പറയുക. ഇതിലൊരു ചെറിയ വിശേഷം ഞാൻ കാണുന്നത്, സ്വേച്ഛാമൃത്യു എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് സങ്കല്പിക്കുമ്പോഴും വിചാരിക്കുമ്പോഴേ നമ്മൾ മരണം ഉണ്ടാവുള്ളൂ, സ്വസമ്മതത്തോടു കൂടിയേ ഉണ്ടാവുള്ളൂ എന്ന്. ഭീഷ്മർക്ക് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ദക്ഷിണായനത്തിൽ മാർഗശീർഷ മാസത്തിലാണ് മഹാഭാരത യുദ്ധം നടന്നത്. ഉത്തരായനം പിറക്കുന്നത് അടുത്ത മാസത്തിലാണ്. അത് വരുന്നവരെ അദ്ദേഹം മരിക്കാതെ അവിടെ കഴിച്ചുകൂട്ടി ശരശയ്യയിൽ. പാർഷ്ണ്യ ആപീഡ്യഗുദം പ്രാണം. എന്താ അതിനർത്ഥം? കുതികാൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാലിൻ്റെ അടി. ആ അടിയിൽ പിൻഭാഗത്തുള്ളതാണ് കുതികാൽ. നടക്കുമ്പോൾ അതാണ് മുമ്പ് ആദ്യമായിട്ട് ഭൂമിയിൽ ഊന്നുക. ഓടുമ്പോഴോ കാലിൻ്റെ മുന്നടിയാണ് ഊതുക. ഇത് രണ്ടും തമ്മിലാണ് വ്യത്യാസം. ഓട്ടവും നടത്തവും തമ്മിൽ. നടക്കുമ്പോൾ കുതികാല മുൻപ് വയ്ക്കുക, ഓടുമ്പോഴോ മുൻഭാഗത്ത് അടി. അപ്പോൾ പാർഷ്ണ്യ ആ കുതികാൽ കൊണ്ട്, കുദം പ്രാണം ഗുദം ആപീഡ്യ. അതുകൊണ്ട് മലദ്വാരത്തിനെ നല്ലോണം അമർത്തണത്രേ. പ്രാണം ഹൃദുര കണ്ഠമൂർധസു. എന്നിട്ട് പ്രാണനെ മേപ്പെട്ടങ്ങോട്ട് ഉയർത്തുക. ഈ പ്രാണൻ എവിടെയൊക്കെയാ? കാലിൻ്റെ അടി മുതൽക്ക് തല വരെയുണ്ട്. അപ്പോൾ ഈ മലദ്വാരത്തിനെ അങ്ങോട്ട് നല്ല പോലെ അമർത്തി, ചമ്രം പടിഞ്ഞിരുന്നിട്ട് വേണമല്ലോ അത് ചെയ്യാൻ. അപ്പോൾ പിന്നെ അരയ്ക്ക് താഴത്ത് ഭാഗത്തുള്ള തൊട, കാഫ് മസിൽസ്, കാലടി, ഇതിനൊന്നും ഒരു ജോലിയില്ല. അത് തണുത്തങ്ങോട്ട് ഇരുന്നാലും നമുക്ക് വിരോധമില്ല. എന്നിട്ട് പ്രാണനെ എന്തു വേണം? ആദ്യമായിട്ട് ഹൃദയം, മാറ്, കഴുത്ത്, ശിരസ്. ഹൃദുര കണ്ഠമൂർധസു ആരോപ്യ. അവിടെ അങ്ങോട്ട് ഇരുന്ന് പ്രാണനെ ഇവിടുന്ന് പതുക്കെ മേപ്പട്ടേക്ക് ഉയർത്തി 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 കൊണ്ടുവന്ന് ഹൃദയം, ഉരസ്, കഴുത്ത്, ശിരസ് അവിടേക്ക് അങ്ങോട്ട് കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ടോ ആരോപ്യ ബ്രഹ്മരന്ധ്രേണ ബ്രഹ്മനീത്വോത്സൃജേത് തനും. ബ്രഹ്മരന്ധ്രത്തിലൂടെ ബ്രഹ്മത്തിലേക്ക് ഉയർത്തി ശരീരത്തിനെ അങ്ങോട്ട് വിടുകയാണ്. പരിശ്രമിച്ചോളൂ. ഇവിടെ ചിലരൊക്കെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. എന്തിനാ കേസ് കൊടുത്തതെന്ന് വെച്ചാൽ ഒരപേക്ഷ. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒരു ഗൃഹസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനി ഒന്നും തീർക്കാനില്ല, ഇനി എനിക്ക് മരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞൊരപേക്ഷ ഹൈക്കോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പേപ്പറിൽ വായിച്ചു. അതിൻ്റെ പരമാവധി വിധി എനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടല്ലോ, ഹൈക്കോർട്ടിലേക്കൊന്നും പോണ്ട, ഈ പറഞ്ഞത് ചെയ്താൽ മതി, പരിശ്രമിച്ചോളൂ. ഇത് മനസ്സിൻ്റെ ശക്തിയും പ്രയോഗവുമാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യണത്? ഞാൻ ആദ്യം പറഞ്ഞ മാതിരി
എണീറ്റാൽ ഉറങ്ങുന്നത് വരെ നമ്മുടെ ശരീരാംഗങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവൃത്തികളെല്ലാം തന്നെ നമ്മുടെ മനസ്സാണ് ശരീരാംഗങ്ങളെ വിനിയോഗിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള പ്രവൃത്തികൾ, സമ്പർക്കാത്മകമായ പ്രവൃത്തികൾ വിട്ട് മനസ്സിനെ കൊണ്ട് മനസ്സിൽ തന്നെ പ്രയോഗിക്കുക, ഈ പറയുന്ന ഭാവനകളും സങ്കല്പങ്ങളും കൊടുത്ത്. ഇതാണ് നമുക്ക് ആവശ്യം. വിഹരിഷ്യൻ സുരാക്രീഡേ മസ്തം സത്വം വിഭാവയേ വിമാനേനോപതിഷ്ഠന്തി സത്വവൃത്തി സുരസ്ത്രീയ. ഈ ന്യൂസ് പേപ്പറിൽ പല വാർത്തകളും വരും. ഒരു നല്ല വാർത്ത കൊടുക്കും, അതിൻ്റെ തൊട്ടടുത്ത് ഒരു അശ്ലീല വാർത്തയും ഒരു മോശവും കൊടുക്കും. അതാണ് ന്യൂസ് പേപ്പർ. ഇവിടെ ഇപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്തിരിക്കണേ? പല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പം അദ്ദേഹം പറയുകയാണ് വേറൊരു തരത്തിൽ, ശരീരം വിടാനുള്ളതാണ് ഇവിടെ ഒന്ന് പ്രയോഗിച്ചത്. ഇപ്പം അദ്ദേഹം പറയണത് എന്താ? ദേവന്മാരുടെ ഉദ്യാനത്തിൽ വിഹരിക്കാൻ ആശിച്ചുകൊണ്ട് എന്നിൽ അധിഷ്ഠിതമായി സത്വഗുണത്തെ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ദേവസ്ത്രീകളും അതും ഇതൊക്കെ കാണാമെന്ന് പറയുക. അപ്പോൾ ശരീരം വിടാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം പറയാൻ പോകുന്നത് ആകർഷകമായിരിക്കുന്ന ചില കാര്യങ്ങളാണ്. സുരാക്രീഡേ വിഹരിഷ്യൻ മസ്തം സത്വം വിഭാവയേ സത്വവൃത്തി സുരസ്ത്രീയ വിമാനേന ഉപതിഷ്ഠന്തി. എന്താ അവിടെ പറയുന്നത്? ദേവന്മാരുടെ ഉദ്യാനത്തിൽ പലതരത്തിലുള്ള വിഹാരങ്ങളെ പറ്റി പറയാറുണ്ട്. പലർക്കും സ്വർഗത്തിൽ പോയാൽ കണ്ണിന് ഇമയില്ല, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം നല്ല ദൃശ്യം എന്നൊക്കെ പറയും. ഇതൊക്കെ മനുഷ്യനെ മോഹിപ്പിക്കാനും ഭ്രമിപ്പിക്കാനും പറയുകയാണല്ലോ. അപ്പം അവിടെ പോയി നിങ്ങൾക്ക് സുരാക്രീഡയൊക്കെ കാണണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ മസ്തം സത്വം വിഭാവയേ. ഈശ്വരൻ ഒരു സത്വമൂർത്തിയാണ്, മഹാവിഷ്ണു ഒരു ശുദ്ധസത്വമൂർത്തിയാണ്. അപ്പോൾ എന്നിലുള്ള സത്വത്തെ നല്ലപോലെ നിങ്ങൾ മനസ്സുകൊണ്ട് ഭാവന ചെയ്യും. അങ്ങനെ ഭാവന ചെയ്താലോ സത്വവൃത്തി സുരസ്ത്രീയ വിമാനേന ഉപതിഷ്ഠന്തി. ഈ സത്വഗുണത്തിൽ സ്ഥിതിയുള്ളതായ സുരസ്ത്രീകൾ, ദേവസ്ത്രീകൾ വിമാനത്തിൽ വന്ന് അടുത്ത് നിന്ന് നിങ്ങൾക്ക് കാണാൻ സൗകര്യമുണ്ടാക്കി തരുന്നു. ഇനിയിപ്പോൾ വല്ല വിഷമമുണ്ടാവോ? അതുകൊണ്ടപ്പോൾ ഇത് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നറിയില്ല. ആരെങ്കിലും ഇതിൽ പൊത്തിപ്പിടിച്ച് കയറുമോ എന്നറിയില്ല. എനിക്ക് ചെയ്തോളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഗ്രഹിച്ച് പറയുന്നു കൃഷ്ണൻ. ആ സംഗ്രഹിച്ച് പറയുന്നതിലൊക്കെ എന്താ മനസ്സിലാവുക? ഇത് മുഴുവൻ മനസ്സിൻ്റെ പ്രഭാവമാണ്, മനസ്സ് നൽകുന്ന വിഭവമാണ്. ഇതിന് സംശയമുണ്ടെങ്കിൽ സ്വപ്നമാണ് മറുപടി. സ്വപ്നത്തിലെല്ലാം മനസ്സ് രചിക്കുന്നത് അല്ല എന്ന് പറയാൻ നിങ്ങൾ ആരുമില്ലല്ലോ, ആരും പുറപ്പെട്ടില്ലല്ലോ. അപ്പോൾ മനസ്സിന് അതിനുള്ള ശക്തിയുണ്ട്. മത്പരഹ പുമാൻ. ആദ്യമായിട്ട് മത്പരനായിരിക്കണം മനുഷ്യൻ. മത്പരൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? അർത്ഥം ഈശ്വരനെ പരമമായി കണക്കാക്കി ആ ഈശ്വരനെ മനസ്സാ വാചാ കർമ്മണ ആശ്രയിക്കുന്നവൻ, വേറെ ഒന്നും അതിന് മീതെ എന്ന് വിചാരിക്കാതെ മത്പരനായിരിക്കുന്ന മനുഷ്യൻ ബുദ്ധ്യാ സത്യേമയി മനഃയുഞ്ജൻ. ആ ബുദ്ധി കൊണ്ട് സത്യസ്വരൂപനായിരിക്കുന്ന എന്നിൽ മനസ്സിനെ യോജിപ്പിക്കണം. യഥാ യഥാ സങ്കല്പയേ. അങ്ങനെ മനസ്സ് പൂർണ്ണമായി ഈശ്വരനിൽ ആശ്രയം കൊണ്ട് സത്യസ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരനിൽ മനസ്സ് പതിപ്പിച്ചു, അതിന് സാധിച്ചു എന്ന് വരികിൽ യഥാ യഥാ സങ്കല്പയേ. എപ്പോൾ എന്ത് സങ്കല്പിക്കുന്നുവോ തഥാ തഥാ സത് തത് സമുപാശ്നുതേ, ഉടനെ അത് കൈവരിക്കുന്നു. അപ്പം മനസ്സിൻ്റെ സങ്കല്പശക്തി കൊണ്ട് നമുക്ക് എന്തും കൈവരിക്കാൻ സാധിക്കും. മനസ്സിൻ്റെ സങ്കല്പശക്തി കൊണ്ട്. മനസ്സിന് സങ്കല്പശക്തി വളരണമെങ്കിൽ എന്ത് വേണം? ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാതിരി വിചാരിക്കാൻ പറ്റണം. നമ്മൾക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ രാപ്പകൽ അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കണം. അത് മാത്രമാവണം. അതിനാണ് ഈ ഏക അഗ്രത, ഏകമുഖത്വം, ഏകാത്മകത എന്ന് പറയുന്നത്. അതാണ് ഒരേ വിചാരമെടുത്ത് മനസ്സിന് കൊടുക്കുക, ആ വിചാരത്തിനെ തുടർച്ചയായി നിലനിർത്തണം എന്ന് പറയുക. അങ്ങനെ നിലനിർത്താൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇതാണ് വരിക. ഈ മനസ്സും സങ്കല്പശക്തിയും എത്ര വിശേഷപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ, ഈ മനസ്സ് തന്നെയാണല്ലോ ഈ ലോകത്തെ രചിച്ചത്. ഞാനിതിന് മുൻപ് പറയണ്ടായി യോഗവാസിഷ്ഠത്തിലെ ഒരു ശ്ലോകം. പൂർവം മനസ്സമുദിതം പരമാത്മതത്വാത് തേനാതതം ജഗദിദം സ്വവികൽപജാലൈ. ആദ്യമായിട്ട് പരമാത്മാവ് പരിണമിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവർത്ത രൂപത്തിലാവില്ല, പ്രാതിഭാസിക രൂപത്തിലായിരിക്കും. പൂർവം മനസ്സമുദിതം. ആദ്യമായിട്ട് മനസ്സാണ് ഉദിച്ചത്. പരമാത്മതത്വാത്, പരമാത്മ എന്ന് പറയുന്ന തത്വത്തിൽ നിന്ന്. ആ മനസ്സിനാണ് സങ്കല്പശക്തി. തേന ആതതം ജഗദിദം സ്വവികൽപജാലൈ. ആ മനസ്സാണ് പിന്നെ
തൻ്റെ സങ്കല്പത്തിലൂടെയും വികല്പത്തിലൂടെയും ഈ ലോകത്തിന് മുഴുവൻ നെയ്തങ്ങിട്ടാക്കിയത് ഈ മനസ്സാണ്. അപ്പം ആ മനസ്സ് വളരെ വിശേഷമാണ്. വാസ്തവത്തിൽ എന്ത് സങ്കല്പവും ഈശ്വരീയമാണ്. അതിൻ്റെ ഒരു ചെറിയ അംശമാണ് മനുഷ്യന് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മനസ്സ് സങ്കല്പിക്കുന്നത് പോലെയാണ് ഈശ്വരൻ്റെ മനസ്സും സങ്കല്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈശ്വരന് അഭിലാഷമില്ല, അഹങ്കാരമില്ല, മമതയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ നിന്ന് എന്തെല്ലാം പരിണാമങ്ങൾ വരുന്നുവോ ആ പരിണാമങ്ങൾ ഈശ്വരനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്നില്ല, ബന്ധനഹേതുവാകുന്നില്ല. എനിക്ക് ആശയില്ലല്ലോ, നമേ കർമ്മഫലേ സ്പൃഹ, എനിക്ക് കർമ്മഫലത്തിൽ സ്പൃഹയില്ല, എന്നാലും ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാനവാപ്തം അവാപ്തവ്യം ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. എനിക്ക് ലഭിക്കാത്തൊരു സംഗതി ഇനി ലഭിക്കണം എന്നുള്ളതില്ല. ഇതാണ് കാര്യം. യോ വൈ മദ്ഭാവമാപന്നഃ ഈശുതുർ വശിതുഃ പുമാൻ കുതശ്ചിന്ന വിഹന്യേത തസ്യ ചാജ്ഞാ യഥാ മമ. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടം വരെയാ കൃഷ്ണൻ പറഞ്ഞു പോണത്? യോ വൈ മദ്ഭാവമാപന്നഃ ഈശിതുഃ വശിതുഃ പുമാൻ. ഈശിതുഃ വശിതുഃ മദ്ഭാവം ആപന്നഃ യഃ പുമാൻ സഹ കുതശ്ചിന്ന വിഹന്യേത തസ്യ ആജ്ഞാച മമ യഥാ വൈ. എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ധ്യാനത്തിൽ നല്ലപോലെ വ്യഗ്രത എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ദ ഇൻറ്റൻസിറ്റി ഓഫ് ആപ്ലിക്കേഷൻ in the so-called meditation which you undertake. That meditation is an inner process whereby the so-called revolving mind, the mind that revolves the thoughts of the past, present and future, that revolving mind is engaged without any distraction in a particular process which you choose. ഇതാണ് നമുക്ക് ധ്യാനത്തിൻ്റെ അർത്ഥം. അപ്പം ധ്യാനം എന്ന് പറയുന്നത് തികച്ചും മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്. അവിടെ ശരീരാംഗങ്ങളൊന്നും വരുന്നില്ല, കണ്ണുമില്ല, മൂക്കുമില്ല, കയ്യുമില്ല, ഒന്നുമില്ല. ആ മനസ്സിനെ വ്യഗ്രതയോടുകൂടി ധ്യാനിപ്പിക്കണം. അങ്ങനെ ധ്യാനിപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും നിയന്താവും സ്വതന്ത്രനുമായ എന്നിലാണ് ധ്യാനം. അപ്പം എന്നിൽ എങ്ങനത്തതാ? ഞാൻ നിയന്താവാണ്, സർവനിയന്താവ്. അതേ സമയത്ത് സ്വച്ഛ സ്വതന്ത്രനും. അങ്ങനെ ഇരിക്കുന്ന ഈശിതുഹു വശിതുഹു മദ്ഭാവം ഹപന്നഃ യഹ പുമാൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനും സർവസ്വതന്ത്രനുമായിരിക്കുന്ന എന്നെക്കുറിച്ച് ധ്യാനിച്ച് ആ ധ്യാനത്തിൽ വ്യഗ്രനായി തീർന്നവനുണ്ടല്ലോ, ആ ആളെ ഒന്നും ഇവിടെ ന വിഹന്യേത, ഒന്നും അയാളെ ബാധിക്കില്ല. ഈശ്വരൻ ഉണ്ടാക്കിയ ലോകമാണ്. ആ ആളിൽ ഈശ്വരീയത നിലനിൽക്കേ. ഈശ്വരനെ ഈ ലോകം ബാധിക്കില്ലെങ്കിൽ ഈശ്വരീയത കൈവരിച്ച ഒരു മനുഷ്യനെ എന്തിനു ബാധിക്കണം? അത് ബാധിക്കില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആജ്ഞ, തസ്യ ആജ്ഞ യഥാ മമ. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? എവിടെയാണ് ഇങ്ങനെയുള്ള ഡിക്ലറേഷൻസ് ഉള്ളത് ലോകത്തിൽ? എവിടെയാണ് കാണുക? നിങ്ങൾക്ക് എത്ര പുസ്തകങ്ങൾ ആരെല്ലാം എവിടെയെല്ലാം എഴുതിയിട്ടുണ്ടോ ഒക്കെ നോക്കിക്കോളൂ, കാണില്ല. ഇത് അനുഭവസിദ്ധമായ കാര്യങ്ങളാണ്, അനുഭവസിദ്ധമാണ്. നമ്മുടെ വേദങ്ങളെ പറ്റി പറയുന്നത് അനാദിയാണെന്നാണ്, അപൗരുഷേയമാണെന്ന്. എന്താ ഈ അപൗരുഷേയം എന്നുള്ള വാക്കിനർത്ഥം? സാധാരണ ഒരു മനുഷ്യൻ്റെയോ ഒരു പുരുഷൻ്റെയോ മുഖത്തിൽ നിന്ന് വന്നതല്ല. സാധാരണ മനുഷ്യൻ്റെ മനസ്സ് എങ്ങനത്തതാ? കാമക്രോധ നിർഭരമാണത്. വെറുപ്പും വിദ്വേഷം, വേണം വേണ്ട, ഇഷ്ടം അനിഷ്ടം, ഇങ്ങനെയുള്ളതാണ്. ആ വക വികാരങ്ങളൊക്കെ പോയി പരമശുദ്ധമായിരിക്കുന്ന ഒരു മനസ്സ് ആ ശുദ്ധി മൂലം പരമദിവ്യമായി തീരുന്നു. അങ്ങനെ പരമദിവ്യമാകുമ്പോൾ പരമാർത്ഥം കാണാനും കേൾക്കാനും വ്യപദേശിക്കാനും അതിന് സാധിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പുറപ്പെടുന്നു. അപ്പോഴാണ് ഈ വേദമന്ത്രങ്ങളൊക്കെ അവരുടെ മനസ്സിൽ തെളിഞ്ഞത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഈ സംപ്രേഷണത്തിന് വേണ്ടി വന്ന് ഇരിക്കുന്നുണ്ടല്ലോ. ഈ ഭാഗം ഞാൻ പറയാൻ പുറപ്പെട്ടത് ഇത് എങ്ങനെയാ പറയുക, എനിക്കിത് ഇഷ്ടമല്ലല്ലോ, ഈ സിദ്ധിയെക്കുറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. പറയാനൊരിത്തിരി ഇഷ്ടക്കേടുണ്ടായിരുന്നു. എന്നാലും പറയുന്ന സമയത്ത് പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഒരു ഭാഗത്ത് കേൾക്കാൻ ഇമ്പം നൽകുന്നതാകണം. അതേ സമയത്ത് കേൾക്കുന്നവരിൽ അല്ലെങ്കിൽ കാണുന്നവരിൽ സത്യം തൊടുത്തുവിടും വേണം. ഇത് രണ്ടും കൂടി സാധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, കൃഷ്ണ ഞാൻ ഈ ദൗത്യത്തിന് പുറപ്പെടുന്നത് വേണ്ടതുപോലെ ആകണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ എന്ന്. അപ്പോൾ കൃഷ്ണനെ ഒഴിവാവാൻ പറ്റില്ല. കൃഷ്ണൻ എങ്ങനെ അദ്ദേഹം ഉദ്ധവന് പറഞ്ഞത് വിവരിക്കുമോ അതുപോലെയാണ് ഈ സ്വാമിജി വിവരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് ഉദ്ദേശം. അപ്പം ഈ നമ്മുടെ മനസ്സ് ശുദ്ധമായി എന്നുണ്ടെങ്കിൽ എന്ത് ദൗത്യം ഏറ്റെടുത്താലും ആ ദൗത്യം വേണ്ടതുപോലെ അങ്ങോട്ട് പോവും. അതാണ് ഇവിടെ പറയണത്.
തസ്യ ചാജ്ഞ യഥാ മമ. A devotee of mine, a devotee of mine who is able to meditate exclusively on me. What kind of me? What kind of me? Think about it. I am the all-fold controller and regulator in the whole universe. At the same time, I am absolutely free and sovereign in my nature and ways. ഇതാണ് ഈശ്വര ഈശ്വര രാമ രാമ കൃഷ്ണ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ പോരാ. എൻ്റെ ഈ ശബ്ദം ആരെ സൂചിപ്പിക്കുന്നു? ഭഗവാനെ സൂചിപ്പിക്കുന്നു, ഈശ്വരനെ സൂചിപ്പിക്കുന്നു. ആ ഈശ്വരനോ സ്വച്ഛ സ്വതന്ത്രനാണ്, സർവനിയന്താവാണ്, നിയാമകനാണ്. അങ്ങനെയുള്ള ഒരു ഈശ്വരനിൽ മനസ്സങ്ങട് ലയിച്ചു ചേർന്നു, മനസ്സങ്ങട് വ്യഗ്രമായി എന്നുണ്ടെങ്കിൽ ആ ഗുണങ്ങൾ മുഴുവൻ ആ മനസ്സിന് വരും. അതാണ് ഇവിടെ പറയുന്നത്. തൊലിയുരിച്ച് പറഞ്ഞിരിക്കുക. വേദവ്യാസൻ ആദ്യമേ പറയുന്നുണ്ട് നമ്മളോട്. എന്ത്? ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം. നോക്കൂ, തൊലി ഉരിച്ചാ ഞാനിവിടെ കാര്യങ്ങൾ പറയുന്നത്. അതിലൊരു കലവറയില്ല, പേടിയില്ല, ഭയമില്ല, ഒരു തരത്തിലുള്ള സംശയവുമില്ല. അങ്ങനെ സംശയമില്ലാതെ പറയുക. ഈശ്വരനെ വേണ്ടതുപോലെ മനസ്സിലാക്കി ആ ഈശ്വരൻ്റെ പ്രധാനപ്പെട്ട ഗുണമായ സ്വച്ഛത, സ്വാതന്ത്ര്യം, അതേ സമയത്ത് സർവശക്തി, ഇതിനെക്കുറിച്ച് വേണ്ടതുപോലെ ധ്യാനവ്യഗ്രമായി മനസ്സ് എന്നുണ്ടെങ്കിൽ ആ മനസ്സ് അതേപോലെ ആയിത്തീരുന്നു. അയാൾക്കൊരു വിധത്തിലുള്ള ബാധയും ഈ ലോകത്തിൽ നിന്നുണ്ടാവില്ല. തസ്യ ചാജ്ഞ യഥാ മമ. ആ ആളുടെ സങ്കല്പമോ കമാൻഡോ എൻ്റേതുപോലെ ആയിത്തീരും. ഏതു ഭക്തനും എന്നെപ്പോലെയാകാം. സങ്കല്പശക്തിയും ഉണ്ടാകുമെന്ന് അതുവരെയാണ് കൃഷ്ണൻ പറയുന്നത്. ഒരു ഭക്തനും ഏഴയല്ല, പോഴയുമല്ല, എന്നെപ്പോലെയാണ് എൻ്റെ ഭക്തനും എന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് ഈ രംഗം. നിങ്ങൾ നല്ല പോലെ ആലോചിക്കണം. എന്ത്? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിദ്ധി, ആജ്ഞാശക്തി അതാണോ വേണ്ടത്? അതോ നിത്യസുഖകരമായ നിത്യസുഖമായിരിക്കുന്ന ദർശന പവിത്രതയാണോ വേണ്ടത്? നിങ്ങൾ ആലോചിക്കണം നല്ല പോലെ. എന്നും ഈശ്വരനെ കണ്ടുകൊണ്ട് സന്തോഷിക്കണോ? അതോ ഈശ്വരനെ പോലെ എല്ലാം ആജ്ഞാപിച്ചുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ മാറ്റണോ? ഹിരണ്യകശിപുവിന് പുറപ്പെട്ടു. എന്താ പുറപ്പെട്ടത്? മഹാവിഷ്ണുവിൻ്റെ ഭരണം ശരിയല്ല. ബ്രഹ്മാവിനെക്കുറിച്ച് തപസ് ചെയ്തു, വേണ്ട വരങ്ങളൊക്കെ ചോദിച്ചു, ഒന്നില്ലാതെ എല്ലാം കൊടുത്തു. എല്ലാം കൊടുത്തതിന് ശേഷം ഈ രീതി തന്നെ മാറ്റിക്കളയാം. എന്ത്? നമ്മുടെ സർക്കാർ ഭരണമല്ല, പ്രകൃതിയുടെ ഭരണം, അത് മാറ്റാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു. നടന്നു. അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള ആജ്ഞാശക്തിയോ ഒന്നുമല്ല നമുക്ക് ആവശ്യം. മനസ്സിന് അങ്ങനെ ആവും എന്നുള്ളത് ശരിയാണ്. അതാണ് യോഗസാധനയുടെ പ്രത്യേകത. അതിൻ്റെ ഭവിഷ്യത്തുകൾ പറയുന്നു കൃഷ്ണൻ. അതേ സമയത്ത് അദ്ദേഹം പറയുകയാണ്. നേരെ മറിച്ച് ഒരു ഭക്തനെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാ? ഇവിടെ പറഞ്ഞു എൻ്റെ ആജ്ഞ പോലെയാണ് ഭക്തൻ്റെ ആജ്ഞയും. അതിനു മുമ്പ് 14-ാം അധ്യായത്തിൽ 16-ാം ശ്ലോകത്തിൽ പറഞ്ഞതെന്താ? നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം ഭൂയേത്യംഘ്രിരേണുഭിഃ. ഇതും കൃഷ്ണൻ പറഞ്ഞതാ. എൻ്റെ ഭക്തനുണ്ടല്ലോ, ആ ഭക്തന് ഒരു സാധന ആവശ്യമില്ല. ആജ്ഞാശക്തിയും വേണ്ട, സങ്കല്പശക്തിയും വേണ്ട, ഒന്നും വേണ്ട. നിരപേക്ഷം മുനിം ശാന്തം. മനസ്സിലുള്ള അപേക്ഷകളോ ആവശ്യങ്ങളോ ഒക്കെ അസ്തമിച്ച് മനനശീലനായി മനസ്സിൻ്റെ സമാധാനത്തിലും ശാന്തിയിലും സംതൃപ്തിയിലും സാഫല്യത്തിലും സമ്പൂർണതയിലും മാത്രം രുചി കണ്ടുകൊണ്ട്, ശാന്തം, ഒറ്റ ആഗ്രഹമില്ലാതെ, നിർവൈരം, ആരോടും വൈരഭാവം തോന്നാതെ, സമദർശനം, എല്ലാ ദിക്കിലും ഒരുപോലെ അന്തരാത്മാവിനെയും ഈശ്വരനെയും കണ്ടുകൊണ്ട് അങ്ങനെ നടക്കുന്നവനുണ്ടല്ലോ, ആ ശുദ്ധമനസ്കൻ, ആ ഭക്തി നിർഭരൻ, ആനന്ദപൂരിതൻ, ആ ഭക്തൻ പോകുന്ന സമയത്ത് ആ ആളെ അന്വേഷിച്ച് നടക്കുമത്രേ കൃഷ്ണൻ. അനുവ്രജാമ്യഹം നിത്യം. നിരന്തരം ആ ആളുടെ പിന്നാലെ ഞാൻ പോകുന്നു. ഭൂയേത്യംഘ്രിരേണുഭിഃ. എന്തിന്? കൂട്ടരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതാണ് ഭാഗവതത്തിൻ്റെ മകുട ചൂടാമണി. ഭക്തിയെ എവിടം വരെ ഉയർത്തി? ഇവിടെ എവിടം വരെ ഉയർത്തി? കൃഷ്ണ പരമാത്മാവ് പോലും ആ ഭക്തൻ്റെ പിന്നാലെ നിത്യനിരന്തരം നടക്കണം. അതും എന്തിനു വേണ്ടി? ഭൂയേത്യംഘ്രിരേണുഭിഃ. ആ ഭക്തൻ്റെ കാലിൽ നിന്ന് നടക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ധൂലി, പൊടി ഉയരുമല്ലോ, ആ പൊടി തട്ടി താൻ ശുദ്ധമാവണം എന്ന് വിചാരിച്ച് നടക്കുന്നു. സാധാരണ നമ്മുടെയൊക്കെ വിചാരം
ഭഗവാന്റെ പിന്നാലെ പോകണമെന്നാ. ഇവിടെ ഭഗവാൻ ഭക്തന്റെ പിന്നാലെ വരണമെന്നാണ് പറയുന്നത്. ഇനി ഇതിലേറെ നമുക്ക് എന്തു വേണം? അതോ ആജ്ഞാശക്തി വളർത്തി അന്യൻ്റെ ശരീരത്തിൽ പോയി സുരാസ്ത്രീകളുടെ പാട്ടും കൂത്തും കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേക ധ്യാനത്തിൽ ഇടപെടണോ? നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. നിഷ്കിഞ്ചനാമയീ അനുരക്തചേതസ ശാന്താമഹാന്തോ അഖില ജീവവത്സലാ കാമൈരനാലബ്ധധിയോ ജുഷന്തിയത് തന്നൈരപേക്ഷ്യം ന വിദുസുഖം മമ. ഒരു ഭക്തൻ തൻ്റെ മനസ്സിനെ എങ്ങനെ തുലനം ചെയ്ത് നോക്കണം എന്നറിയോ? ഇതാണ് അതിനുള്ള ലക്ഷണം. നിഷ്കിഞ്ചനാമയീ അനുരക്തചേതസഃ. മനസ്സ് എന്നിൽ ഈശ്വരനിൽ അനുരക്തമായി എന്നുണ്ടെങ്കിൽ, ഈശ്വരനോട് അനുരാഗം തോന്നിയാൽ ഉടനെ ഉണ്ടാവുന്നത് എന്താ? നിഷ്കിഞ്ചന. ഒരൊറ്റ സാധനം ഇവിടെ എൻ്റേത് എന്ന് പറയാനില്ല എന്നുള്ള അനുഭവം ഉറയ്ക്കാതെ പറ്റില്ല. ഈശ്വരനിൽ നമ്മുടെ മനസ്സ് അനുരാഗബദ്ധമായി. ആ അനുരാഗം എന്നുള്ള പേര് കേൾക്കണം, വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ അതിന് കാരണം? നമ്മൾ പൂജിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ ആദരവ്, ബഹുമാനം, സത്കാരം ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. അതൊന്നുമല്ല ഇവിടെ കൃഷ്ണൻ പറയുന്നത്. ആരെയാ സ്നേഹിക്കുക? സ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ടാളെ തുല്യമാക്കി തീർക്കുന്നതാണ് ഈ സ്നേഹം. ഒരാളെ സ്നേഹം തോന്നിയാൽ കെട്ടിപ്പിടിക്കും, എല്ലാവരും ചെന്ന് കെട്ടിപ്പിടിക്കും. സ്നേഹം തോന്നുമ്പോഴേ കെട്ടിപ്പിടിക്കുള്ളൂ. ആ ആൾക്ക് ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ അവരും കെട്ടിപ്പിടിക്കും. അപ്പോൾ രണ്ടാൾ, ഒരാളുടെ കൈ മറ്റാളുടെ മുതുകിലും, ആ ആളുടെ കൈ ഈ ആളുടെ മുതുകത്തും ഉണ്ടാവും. അതാണ് കെട്ടിപ്പിടിക്കൽ, സ്നേഹം. സ്നേഹത്തിൽ മാത്രമേ അത് നടക്കുള്ളൂ. ബഹുമാനം തോന്നുമ്പോഴോ നമ്മൾ കാക്കൽ കുമ്പിട്ട് നമസ്കരിക്കുക ചെയ്യുക, പലതരത്തിലാണ്. അപ്പം ഭഗവാൻ ഇവിടെ പേടിക്കുകയല്ല ആവശ്യം, ആദരിക്കുകയല്ല ആവശ്യം, വെറും ബഹുമാനമല്ല, നേരെ മറിച്ച് അനുരാഗം. അനുരാഗം, ആ അനുരക്ത ചേതസഹ. നമ്മുടെ മനസ്സ് ഈശ്വരനിൽ അനുരക്തമായി എന്നുണ്ടെങ്കിൽ ഒന്നിനോടും എൻ്റേത് എന്നുള്ളൊരു തോന്നലുമില്ല. പിന്നെയോ ശാന്താമഹാന്തോ അഖില ജീവവത്സലാ. മനസ്സിൽ ഒരു വിധത്തിലുള്ള ആഗ്രഹവും ഉണ്ടാവരുത്. ശമഗുണാന്വിതന്മാർ എന്നാണ് അതിന് പറയുക. ശമഗുണം എന്ന് പറഞ്ഞാൽ അതാണ് ശാന്തന്മാർ. മഹാന്തഃ. ഇങ്ങനെയൊക്കെ ആവുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ മനുഷ്യരമാതിരി പട്ടിയും പൂച്ചയും കാക്കയും കഴുകനും പോലെ മരിക്കരുത്. മനുഷ്യനായി ജനിച്ചാൽ ഉള്ളുണർവ് വേണം, ഉൾക്കാഴ്ച വേണം, ഉൾനിറവും മികവും വേണം എന്ന് പറഞ്ഞ് അതിന് ആത്മാവിന് വേണ്ടി പരിശ്രമിക്കുന്ന വിശാല വീക്ഷണം, ഉത്തുംഗമായിരിക്കുന്ന ഒരു സ്ഥിതി കൈക്കലാക്കാൻ അങ്ങനെയുള്ള മഹാത്മാക്കളായി അഖില ജീവവത്സലാഹ. എല്ലാ ജീവജാലങ്ങളോടും ഒരുപോലെ വാത്സല്യം, അമ്മയ്ക്ക് കുട്ടികളോട് എന്നതുപോലെ നമ്മുടെ മനസ്സിൽ തോന്നണം. കാമൈഹി അനാലബ്ധധിയോ ജുഷന്തിയത്. ആ ബുദ്ധിയിൽ ഒരു വിധത്തിലുള്ള ആവരണങ്ങളും ഉണ്ടാവരുത്. എന്തിൻ്റെ? കാമൈഹി, ആഗ്രഹങ്ങൾ ബുദ്ധിയെ വലയം ചെയ്ത് നിൽക്കരുത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, പവിത്ര ഹൃദയന്മാർ, പവിത്ര ബുദ്ധിയുള്ളവർ. ജുഷന്തിയത്, അവർ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടല്ലോ. ആ അനുഭവിക്കുന്നത് എന്താ? തന്നൈരപേക്ഷ്യം ന വിദുസുഖം മമ. നിരപേക്ഷാവസ്ഥ, അതാണ് മനസ്സിന് വരുന്നത്. ഈശ്വരനെ ആശ്രയിച്ചാൽ പിന്നെ ഒന്നിനോടും വേണം എന്നുള്ള തോന്നലില്ല. അപ്പോൾ സാധാരണ നിലയ്ക്ക് പറയുന്നത് എന്താ? എൻ്റെ മനസ്സിൽ അപേക്ഷകളൊന്നുമില്ല, ഞാൻ നിരപേക്ഷ എന്ന് പറയുന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. അങ്ങനെ നിരപേക്ഷനായിരിക്കുന്ന ഒരാൾ, ആ ആൾക്ക് തൻ്റെ ഉള്ളിൽ ആഗ്രഹമില്ലാതെ ആവുമ്പോൾ അനുഭവപ്പെടുന്നതായ അന്തരാത്മീയമായിരിക്കുന്ന സുഖം, ആ ആത്മസുഖം ബാക്കിയുള്ളവരെ എങ്ങനെ മനസ്സിലാക്കാനാണെന്നാണ് ചോദിക്കണേ കൃഷ്ണൻ. അപ്പം നിങ്ങൾ തീരുമാനിക്കണം, ഈശ്വരനെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ട് മനസ്സിലുള്ള അപേക്ഷകൾ മുഴുവനും പോയി അനുരാഗബദ്ധമായിരിക്കുന്ന ആ നിത്യസുഖം അനുഭവിക്കുന്ന മനസ്സാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ സിദ്ധികളോ? നല്ല പോലെ ആലോചിച്ചോളൂ. മദ്ഭക്ത്യാ ശുദ്ധസത്വസ്യ യോഗിനോ ധാരണാവിദഃ തസ്യ ത്രൈകാലികീ ബുദ്ധിഃ ജന്മമൃത്യുപബൃംഹിത. തസ്യ ത്രൈകാലികീ ബുദ്ധിഃ ജന്മമൃത്യുപബൃംഹിത. സിദ്ധികൾ പലതിനെയും പറ്റി കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ. അതിനുശേഷം ഏതാണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു സമാപനമായിട്ടുള്ള ഒരു പരിഗണനയും ഒരു വിമർശനവുമാണ് ഇവിടെ. മദ്ഭക്ത്യാ ശുദ്ധസത്വസ്യ യോഗിനോ ധാരണാവിദഃ തസ്യ ത്രൈകാലികീ ബുദ്ധിഃ ജന്മമൃത്യുപബൃംഹിത. ഇതേവരെ പറഞ്ഞതൊക്കെ എന്താ? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതേവരെ പറഞ്ഞത് മുഴുവനും
ഓരോ പ്രത്യേകം ധ്യാനമാണ്. ആ എല്ലാ ധ്യാനത്തിലും ആ ഈശ്വര സാന്നിധ്യമുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് ചിലപ്പോൾ ഇന്ദ്രിയങ്ങൾ, ചിലപ്പോൾ സൂര്യൻ, ചിലപ്പോൾ ചന്ദ്രൻ, ഇങ്ങനെ ഓരോരോ വസ്തുക്കളെ മാറ്റി ധ്യാനിച്ച് അവസാനം സൂക്ഷ്മമായിരിക്കുന്ന ചില ഘടകങ്ങളെയും കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. ശ്രീമദ് ഭാഗവതം ഒരു ഭക്തിശാസ്ത്രമാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഭക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിന് ഭഗവാനോടോ ഈശ്വരനോടോ തോന്നുന്ന കനത്ത സാന്ദ്രമായിരിക്കുന്ന ഭാവത്തെയാണ് ഈ ഭക്തിഭാവം, ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭക്തിയിൽ മനുഷ്യൻ്റെ മനസ്സൊഴികെ വേറെ ഒരു സംഗതി അവിടെ വരുന്നില്ല. ആ മനസ്സിൻ്റെ ചാഞ്ചല്യമോ വ്യഗ്രതക്കുറവോ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി ബുദ്ധി സഹായിക്കാം. തത്വവിചാരവും ആലോചനയും ധ്യാനവും ഒക്കെയായി. പക്ഷേ ഭക്തി അങ്കുരിക്കുന്നതും നിലനിൽക്കുന്നതും ഭക്തിയെ പിന്തുടരുന്നതും മനുഷ്യൻ്റെ മനസ്സാണ്. ആ മനസ്സിൽ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ സർവ്വകാര്യവും നേടി. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ ഭക്തി സ്വതന്ത്രമായി മനുഷ്യനെ സഫലമാക്കുന്നതും സമ്പൂർണമാക്കുന്നതും ഉള്ള നിറയ്ക്കുന്നതുമാണ്. മദ്ഭക്ത്യാ ശുദ്ധസത്വസ്യ. ഭക്തിയുടെ ഉദ്ദേശം എന്താ? മനുഷ്യ വ്യക്തിത്വത്തെ പവിത്രവും സംശുദ്ധവുമാക്കി തീർക്കുന്നതാണ് ഭക്തിയുടെ ഉദ്ദേശം. നിങ്ങൾ ധരിച്ചിരിക്കുന്നതോ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ ശുദ്ധി ഉണ്ടാവാൻ വേണ്ടി ആരെങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവോ? എന്നെ ഒന്ന് അറിയിക്കണം. പ്രത്യേകിച്ച് എവിടെ ഭഗവാന്റെ മുൻപിൽ ചെന്ന് നിന്നാലും എനിക്ക് ഇത് വേണം അത് വേണം എന്ന് പറയുന്നതല്ലാതെ എൻ്റെ മനസ്സ് ശുദ്ധമാവണം, എൻ്റെ ഈശ്വര, അങ്ങ് എൻ്റെ ഉള്ളിൽ കുടികൊള്ളണം എപ്പോഴും എന്ന് പറയുന്നവർ വല്ലവരും ഉണ്ടോ? ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. വളരെ 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 അപൂർവമാണെന്നേ പറയാറുള്ളൂ. അവിടെയാണ് ഈ ബുദ്ധിക്ക് വേണ്ടി ശ്രീമദ് ഭാഗവതം പോലെയുള്ള ശാസ്ത്രങ്ങൾ അനവരതം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഈശ്വരൻ തന്നെ മതി നമ്മുടെ മനസ്സിനെ നിറയ്ക്കാൻ, നമ്മുടെ വ്യക്തിത്വം സുഭഗമാക്കാൻ. നിങ്ങൾക്ക് ധാരാളം ഐശ്വര്യം കിട്ടി എന്നിരിക്കട്ടെ. ആ ഐശ്വര്യം കൊണ്ട് അവസാനം എന്താ ഉണ്ടാവുക? വലിയൊരു വീട് കെട്ടി. ആ വീട് പുറത്തുള്ളതാ, ഉള്ളിലേക്കൊന്നും വരാൻ പോകുന്നില്ല. എനിക്ക് നല്ലൊരു വീടുണ്ട് എന്നൊരു തോന്നലാണ്. ആ തോന്നൽ കൊണ്ടോ മനസ്സിനൊരു സന്തോഷം. ഈ ലോകം മുഴുവനും എൻ്റെയാണെന്നൊരു ഭക്തൻ വിചാരിക്കാൻ തുടങ്ങിയാൽ എത്ര സന്തോഷം ഉണ്ടാവുമെന്ന് നിങ്ങൾ പറയൂ. അപ്പം നിങ്ങളൊക്കെ പിശുക്കന്മാരും നാരോ മൈൻഡഡ്, ഇടുങ്ങിയ മനസ്സുകാരാണ്. ഈശ്വര വിചാരം കൊണ്ടും ഈശ്വര ഭക്തി കൊണ്ടും നമ്മുടെ മനസ്സിനെ വിശാലമാക്കി ഗാഠമാക്കി ഉത്തുംഗവും ഉത്കൃഷ്ടവുമാക്കി അതിനെ വളരെ ധന്യമാക്കി തീർക്കാനുള്ളൊരു വഴി നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്? മനസ്സിനെ ഇടുക്കാനും കറുത്ത നിറമുള്ളതാക്കാനുമാണ്. ഇതാണ് നമുക്കുള്ള തകരാറ്. അപ്പോൾ കൃഷ്ണൻ എന്താ ഇവിടെ ഉറപ്പിച്ച് പറയണത്? മദ്ഭക്ത്യാ ശുദ്ധസത്വസ്യ. എൻ്റെ ഭക്തി കൊണ്ട് ശുദ്ധസത്വനായവൻ. ഇത് വല്ലാത്തൊരു പ്രയോഗ സംസ്കൃതത്തിൽ. അധ്യാത്മ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ്. ശങ്കരാചാര്യർ ഒന്നും കൂടി പറയും, വിശുദ്ധസത്വസ്യ എന്ന്. ഒരു വി എന്നുള്ള വിശേഷണം കൂട്ടി പറയാറുണ്ട്. നമ്മുടെ ജീവൻ തന്നെ, വ്യക്തിത്വം തന്നെ ശുദ്ധമാവും ഭക്തി കൊണ്ട്. വിവേകത്തിൻ്റെ ഉദ്ദേശം അതാണല്ലോ. സാധനാ ചതുഷ്ടയമാണ് എന്ത്? നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം, ശമതമാതി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം എന്ന് പറയുന്ന 4 എണ്ണമാണ് സാധനാ ചതുഷ്ടയം. ഇത് 4 ഉണ്ടെങ്കിലാണ് ഒരുത്തൻ തത്വജിജ്ഞാസു ആകുന്നത്, സാധകനാകുന്നത്, യോഗ അഭ്യാസിയാവുന്നത്. ഈ 4 കൂട്ടം സംഗതികളും ദേഹത്തെയോ ദേഹാംഗങ്ങളെയോ ബാധിക്കുന്നതല്ല, മനസ്സിനെയും ബുദ്ധിയെയും ബാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ എല്ലാ അഭ്യാസങ്ങളും മനസ്സിനെ സ്പർശിക്കണം, ബുദ്ധിയെ സ്പർശിക്കണം, അന്തരംഗത്തെ സംശുദ്ധമാക്കണം, സമ്പുഷ്ടമാക്കണം. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പം ഈ ഭക്തി എങ്ങനത്തതാ? മദ്ഭക്തിയാ, എന്നോട് തോന്നുന്ന ഭക്തിയാൽ, ആഭിമുഖ്യത്താൽ, പ്രതിബദ്ധതയാൽ, എന്നോട് തോന്നുന്ന സ്നേഹത്താൽ, വാത്സല്യമാണെങ്കിൽ വാത്സല്യം, എന്ത് വികാരം വേണമെങ്കിൽ ഈശ്വരനിൽ നമുക്ക് പ്രയോഗിക്കാം. ആ വികാരം അനന്യമായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. അനന്യഭാവം വന്നാൽ ഏത് വികാരവും ഭഗവാനോട് അടുപ്പിച്ചോളും, നമ്മൾ നന്നാവും. മദ്ഭക്ത്യാ ശുദ്ധസത്വസ്യ യോഗിനോ ധാരണാവിദ. ആ ആൾ യോഗിയാണ്, ധാരണാവിത്വമാണ്. പലതരത്തിലുള്ള ധാരണകളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം, യോഗാഭ്യാസവും അറിയാം. അങ്ങനെയൊക്കെ ആയാലും എന്നോട് ഭക്തി തോന്നി, ആ ഭക്തി മൂലം തൻ്റെ വ്യക്തിത്വം പവിത്രവും സംശുദ്ധവുമായി എന്നുണ്ടെങ്കിൽ തസ്യ ത്രൈകാലികീ ബുദ്ധി, അദ്ദേഹത്തിന് തന്നെത്താനെ വരുമത്രേ. എന്ത്? ത്രൈകാലികീ ബുദ്ധി. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ
ത്രികാലത്തെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം. ത്രികാലജ്ഞാനം എന്നാണ് ഈ സിദ്ധിക്ക് പേര്. എന്താ ഈ ത്രികാലജ്ഞാനം? കഴിഞ്ഞു പോയത് പലർക്കും നമുക്ക് ഓർമ്മയുണ്ട്. നടക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിലർക്കൊക്കെ ചില സൂചനകൾ ഉണ്ടാവാം. ഇതങ്ങനെയല്ല. ത്രികാലം ഒരുപോലെ അറിയാൻ സാധിക്കും. സാധാരണ നമ്മുടെ മഹർഷിമാരെയും മഹാകവികളെയും, ഇതിഹാസം, ഉപനിഷത്ത്, വേദം എന്നിവ രചിച്ചിട്ടുള്ളതായ കവികളുണ്ടല്ലോ, അവരെ ക്രാന്തദർശികളാണെന്ന് പറയും. എന്താ ഈ ക്രാന്തദർശനം? എല്ലാവരുടേതുപോലെ അവരുടെ ശരീരവും ഒരു ദിവസം ജനിച്ചു. 60 വയസ്സാവാം, 50 വയസ്സാവാം, 70 വയസ്സാവാം. എല്ലാവരെ പോലെ ഒരു ശരീരമാണ് അവരുടേതും. അത് ജനിച്ചതും ഒരു കാലത്താണ്, വയസ്സുമാവും. പക്ഷേ അവരുടെ ആലോചനയിൽ ഭൂതകാലം മുഴുവനും തെളിഞ്ഞു കാണും, ഭാവിയും തെളിഞ്ഞു കാണും. അങ്ങനെ ഭൂതകാലത്തെ മുഴുവൻ, കഴിഞ്ഞ കാലങ്ങളെ മുഴുവൻ അനുസ്മരിപ്പിച്ചുകൊണ്ടും വളരെ വിശദമായി വിവരിച്ചുകൊണ്ടുമാണല്ലോ രാമായണം, മഹാഭാരതം തുടങ്ങിയ ആ വിശദമായി വിവരിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാകാവ്യങ്ങളോ ഇതിഹാസങ്ങളോ ഉള്ളത്. അവർക്കിങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ മുഴുവനും കോർത്തിണക്കി വർത്തമാനകാലത്തെ സ്വാധീനിക്കാൻ പറ്റിയ തരത്തിലുള്ള വിശേഷപ്പെട്ട ഒരു ഇൻസൈറ്റ്, ഒരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണം അവർക്ക് എങ്ങനെയുണ്ടായി? എന്താ അവരതിന് ചെയ്തത്? തലകുത്തി നിന്നോ? എവിടെയെങ്കിലും പോയോ? വല്ല പ്രത്യേക ചികിത്സ നടത്തിയോ? ഒന്നും നടത്തിയില്ലല്ലോ. ഈശ്വരനെ കുറിച്ച് സദാ ആലോചിക്കുന്ന ഒരു അനുവർത്തനം മാത്രമേ ഉള്ളൂ അവർക്ക്. ഈശ്വരൻ എന്ന് പറയുന്നത് ആരാ? എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നവൻ. ഈ ബ്രഹ്മാണ്ടം, വിശ്വം, അനന്തമായിരിക്കുന്ന വിശ്വകോശം, ഇതിനെ മുഴുവൻ താങ്ങിയും പേറിയും നിൽക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറയുന്ന തത്വം. അപ്പം അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇവിടെയുള്ള എല്ലാം തന്നെ. എല്ലാം ഗ്രസിച്ചു നിൽക്കുന്ന ഒരു ഈശ്വരനെ കുറിച്ച് സദാ സർവഥാ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മനസ്സ്. അതിൽ ഈ ലോകത്തെ സംബന്ധിച്ച പരിപൂർണ ജ്ഞാനം ഉണ്ടാകുന്നതിൽ എന്താ തെറ്റ്? നമ്മുടെ രാമായണമോ മഹാഭാരതമോ ആകട്ടെ, എന്താ അതിൻ്റെ ഉദ്ദേശം? അതിൻ്റെ ഉദ്ദേശം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന 4 പുരുഷാർത്ഥത്തെ പ്രതിപാദിക്കുന്നതാണ്. അതെങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്? ഒരു സയൻസ് ടെക്സ്റ്റ് പ്രതിപാദിക്കുന്നത് മാതിരിയാണോ? അല്ല. ഒന്നാം തരം ഒരു നോവൽ പ്രതിപാദിക്കുന്നത് മാതിരിയാണ്. നിങ്ങളുടെ പൂർവ്വകാലത്ത് ജീവിച്ചതായ രാജാക്കന്മാർ, രാജ്ഞിമാർ, പണ്ഡിതന്മാർ, പാമരന്മാർ, ഇങ്ങനെ പലരും അടങ്ങുന്നതായ ഈ ലോകത്തിൽ നിങ്ങളുടെ പൂർവീകരുടെ കഥയെ അല്ലെങ്കിൽ ചരിത്രത്തെ വേണ്ടതുപോലെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അവർ ഇന്നന്ന സന്ദർഭങ്ങളിൽ, ഇന്നന്ന കാലത്ത്, ഇന്നന്ന പ്രവൃത്തി ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചു. ആ ആലോചിച്ച് പ്രവർത്തിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയത് ഇതാ. അങ്ങനെ ഉണ്ടായതാണ് നമ്മുടെ രാവണൻ. 10 തലയും 20 കയ്യുമാണ് രാവണൻ. രാമൻ്റെ അടുത്തോ 2 കയ്യും 1 തലയേ ഉള്ളൂ. 2 ആളും കൂടി പൊടിച്ചങ്ങോട്ട് യുദ്ധം ചെയ്തു. അവസാനം രാവണൻ താഴത്ത് വീണു. എങ്ങനെ? ഇതാണ് ലോകത്തിൻ്റെ നയം. രാമൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സത്യമാണ്, ധർമ്മമാണ്, തപസ്സാണ്, ആന്തരമായിരിക്കുന്ന പ്രഭാവമാണ്. രാവണനിൽ ഉണ്ടായിരുന്നതോ ദൈഹികവും ഭൗതികവുമായിരിക്കുന്ന യോഗ്യതകളാണ്. ഇത് രണ്ടും കൂടി തുലനം ചെയ്ത് നോക്കിയാൽ അധ്യാത്മമാണ് എന്നും മുൻതൂക്കം. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ഇങ്ങനെ എക്കാലത്തും ജനങ്ങൾക്ക് കേൾക്കാനും വായിക്കാനും അറിയാനും പഠിക്കാനും വിചിന്തനം ചെയ്യാനും അതിനെ സാക്ഷാത്കരിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റിയ തരത്തിൽ അഴിവില്ലാതെ ഇരിക്കുന്ന ഒരു മഹാഗ്രന്ഥം ഈ മഹർഷി രചിച്ചത് എങ്ങനെയാ? ക്രാന്തദർശിത്വം കൊണ്ടാണ്. ഈ ത്രികാലജ്ഞാനം എന്ന് പറയുമ്പോൾ അതാണ്. ഈ ലോകം എങ്ങനെയായിരുന്നു? അവരാണ് നമ്മളോട് പറയുന്നത് എന്ത്? കൃതയുഗം എന്നൊരു യുഗമുണ്ടായിരുന്നു. ആ യുഗത്തിൽ എല്ലാവരും കൃതകൃത്യരാണ്. അവരവർ ചെയ്യാനുള്ളതായ പ്രവൃത്തികളെല്ലാം ചെയ്ത് ആ ചെയ്യുന്നതിൽ സാഫല്യവും സന്തോഷവും സൗഭാഗ്യവും തോന്നിയവരാണ്. ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അത് ചെയ്തു, വേണ്ടതുപോലെ ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ കൃതകൃത്യത. അങ്ങനെ കൃതകൃത്യത ജനിപ്പിക്കുന്നതായ ഒരു യുഗമായിരുന്നു നമുക്ക് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നമുക്കൊക്കെ അങ്ങനെ ആവാം. നമ്മുടെ പൂർവികർ അങ്ങനെയായിരുന്നു. നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയതാ, ഒരു പാളിച്ചയാണത്. ഈ പാളിച്ച വന്നത് എന്തുകൊണ്ടാണ്? മോഹം കൊണ്ട്, ആശ കൊണ്ട്, അത്യാർത്തി കൊണ്ട്, നിയന്ത്രണം വിട്ട് നടന്നതുകൊണ്ട്. നിയന്ത്രണവും ധാർമ്മികമായിരിക്കുന്ന ശുഷ്കാന്തിയും ഇല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യമൊക്കെ നശിച്ചു പോയത് ധർമ്മ വ്യതിയാനം കൊണ്ടാണ്. അതുപോലെ നാമും വ്യതിയാനം വന്ന് നശിക്കും. അപ്പം നമുക്കിത് സാധിക്കുമോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്താ കാരണം? നമ്മുടെ മുൻപുണ്ടായിരുന്നത് എന്താ? ത്രേതായുഗം. അതിനു മുൻപ് കൃതയുഗം. ആ കൃതയുഗത്തിന് മങ്ങലേറ്റിട്ടാണ് ത്രേതായുഗം ഉണ്ടായത്. അതിൽ നിന്നും മങ്ങൽ വന്നു ദ്വാപരത്തിന്. ഇപ്പം മങ്ങൽ കൂടുതലായി. അപ്പം നമുക്ക് നന്നാവാൻ പറ്റുമോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്.
നന്നായി ജീവിച്ചവരുടെ പിൻഗാമികളാണ് നിങ്ങൾ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് തളരരുത് എന്ന്. ഒന്നിനെ കണ്ടിട്ടും തളരരുത്. ഈ ലോകത്തിൽ തിന്മയുണ്ടാവാം, ദുസ്സാഹസങ്ങൾ ഉണ്ടാവാം. ഇപ്പം നമ്മുടെ ഭരണം ശരിയല്ലാതെ നമ്മൾ വളരെ കഷ്ടപ്പെടുന്ന ഒരു കാലമാണിത്. എല്ലാവരുടെ മനസ്സിലുമുണ്ട് ഒരു വീർപ്പുമുട്ട്. നല്ല മന്ത്രിമാരിവിടെ ഇല്ല, ഒക്കെ കളവും ചതിയും കാണിക്കുന്നവരാ. നമ്മൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ CBIയുടെ എൻക്വയറിക്ക് വിധേയമായി ജയിലിൽ പോയി കിടക്കാൻ ഒരു വിഷമവും അവർക്കില്ല. ഇതിനാണോ നമ്മൾ ബ്രിട്ടീഷ് രാജ്യത്തെ ഓടിച്ച് ഇവിടെ സ്വാതന്ത്ര്യം നേടിയത്? ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നാം. അപ്പം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, ഇതിഹാസകർത്താക്കൾ പറയാണ്, പേടിക്കണ്ട, നിങ്ങളുടെ മുൻപിൽ ഒരു കൃതയുഗം ഉണ്ടായിരുന്നു. ഈ കലിയുഗവും അവസാനിച്ചാൽ പിന്നെയും കൃതയുഗം ഇല്ലാതെ കഴിയില്ല. ഈ ലോകം എന്ന് പറയുന്നത് ചാക്രികമാണ് അതിൻ്റെ ഗതി. നല്ലത് കുറേ കഴിഞ്ഞാൽ പോകും, തിന്മ അഭിവൃദ്ധിപ്പെടും. തിന്മ അഭിവൃദ്ധിപ്പെട്ട് മൂർധന്യത്തിലെത്തിയാൽ അതും പൊളിഞ്ഞ് താഴത്ത് വീഴും. പിന്നെ നന്മ ആദ്യം അവതരിക്കും. അങ്ങനെ ചാക്രികമാണ് ഇവിടുത്തെ ഗതി. ഇത് മുഴുവനും അവർ നമ്മെ പറഞ്ഞു ധരിപ്പിക്കുകയാണ്. ഈ ക്രാന്തദർശിത്വം അവർക്ക് എങ്ങനെ ഉണ്ടായി? ഒരു യൂണിവേഴ്സിറ്റിയിലും ചെന്ന് പഠിച്ചിട്ടല്ല ഉണ്ടായത്. ഒരു റിസർച്ചും ഒരു ലബോറട്ടറിയും അവർക്ക് ആവശ്യം വന്നില്ല. അവരുടെ മനസ്സും ആ മനസ്സിനുള്ള പവിത്രത എങ്ങനെ സമ്പാദിച്ചു? ഈശ്വര സ്മരണ കൊണ്ട്, ഈശ്വര ധ്യാനം കൊണ്ട്, ഈശ്വരനോട് തോന്നുന്ന സ്നേഹം കൊണ്ട്, ഭക്തി കൊണ്ട്. അങ്ങനെ മദ്ഭക്ത്യാ ശുദ്ധസത്വസ്യ, ഈ ഒരൊറ്റ വരിയുണ്ടല്ലോ, നിങ്ങൾ എഴുതിയിട്ട് പഠിക്കണം. മദ്ഭക്ത്യാ, എൻ്റെ പേരിലുള്ള ഭക്തിയുടെ ബലത്താൽ, പ്രാബല്യത്താൽ, സ്വാധീനത്താൽ, മഹിമയാൽ, മേന്മയാൽ, ശുദ്ധസത്വസ്യ, സത്വം എന്ന് പറഞ്ഞാൽ ദ ബീയിങ് ഓഫ് എ പേഴ്സൺ. നമ്മുടെ വ്യക്തിത്വം മുഴുവനും ശുദ്ധമാകുകയാണ്. അത് ശാരീരികമായി അതിൽ രക്തശുദ്ധിപ്പെടാം, വായുശുദ്ധിപ്പെടാം, ജലശുദ്ധി ഉണ്ടാവാം, വികാരശുദ്ധി ഉണ്ടാവാം. നമ്മുടെ വ്യക്തിത്വം മുഴുവനും സംശുദ്ധമായി ധാരണയെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ, യോഗികൾ, അവർക്ക് 3 വർത്തമാനത്തെ പോലെ ഭൂതം, ഭാവി, ഈ 3 കുറിച്ചിട്ടുള്ള അറിവുമുണ്ടാവും. പൂർവ്വജന്മങ്ങളൊക്കെ അവരുടെ മുൻപിൽ ചുരുളഴിയുന്നത് അങ്ങനെയാണ്. മരണത്തിനെക്കുറിച്ചും അവർക്ക് മനസ്സിലാക്കാം. എന്തു വേണമെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ശക്തി, മനസ്സിലാക്കുന്നത് മനസ്സാണ്. ആ മനസ്സ് ഏത് വിഷയത്തിൽ നാം പ്രൊജക്റ്റ് ചെയ്തുവോ ആ പ്രൊജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് നമുക്കുണ്ടാവും. അങ്ങനെയാണ് ഈ ശുദ്ധസത്വൻ എന്നുള്ള പദം എൻ്റെ മനസ്സിൽ വിശുദ്ധസത്വനെ കുറിച്ച് ആലോചിപ്പിക്കുക. ശങ്കരാചാര്യർ പറയുകയാണ്, നമ്മളിവിടെ സിദ്ധിയെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് ഒരു ശുദ്ധസത്വനോ ഒരു വിശുദ്ധസത്വനോ ആവശ്യം വരുമോ? വരില്ല. എന്തെങ്കിലും ഒന്ന് വേണം എന്ന് തോന്നിയാൽ മനസ്സിൽ ശുദ്ധി പോയി. വെളുത്ത മനസ്സ് കറുപ്പാവും. അപ്പം വേണം എന്നുള്ള തോന്നൽ നമ്മൾ ഒരിക്കലും അവലംബിക്കരുത്, അംഗീകരിക്കരുത്, അതിൻ്റെ പിന്നാലെ പോകരുത്. കേട്ടോളൂ. വിശുദ്ധസത്വസ്യ ഗുണാഃ പ്രസാദഃ സ്വാത്മാനുഭൂതിഃ പരമാ പ്രശാന്തിഃ തൃപ്തിഃ പ്രഹർഷഃ പരമാത്മനിഷ്ഠ യയാ സദാനന്ദരസം സമൃച്ഛതി. ഇനി ഇതിലേറെ എന്തു വേണം? ഇങ്ങനെ വിശുദ്ധസത്വനായിരിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു സിദ്ധി വേണമെന്ന് തോന്നുമോ? നിങ്ങളൊന്ന് ആലോചിക്കും. എന്തെങ്കിലും ഒന്ന് വേണമെന്ന് തോന്നിയാൽ അവൻ ദാസനായി, അടിമയായി, ആഗ്രഹത്തിൻ്റെ അടിമ. താൻ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു സാധനം വേണമെന്ന് തോന്നില്ല. ഒരു കുടം നിറച്ച് പാല് ഒഴിച്ച് നിറഞ്ഞിരിക്കുക, ആ കുടത്തിനോട് ചോദിക്കൂ, ഒരു തുള്ളിയും കൂടി തനിക്ക് വേണമെന്ന്. എൻ്റെ നിറഞ്ഞിരിക്കുക, ഇനി എവിടെയാ സ്ഥലം എന്ന് തോന്നും. അതേമാതിരിയാണ് മനസ്സ് നിറഞ്ഞു കഴിഞ്ഞാൽ. വിശുദ്ധസത്വസ്യ ഗുണാഃ പ്രസാദഃ. എന്താ ഈ പ്രസാദ ശബ്ദത്തിന് അർത്ഥം? നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുത് അല്ലെങ്കിൽ ദേവിയെ തൊഴുത് നമ്മുടെ പൂജാരിയോട്, ശാന്തിക്കാരനോട് പ്രസാദം എന്ന് പറഞ്ഞ് കയ്യാണിക്കും, മേടിച്ചുകൊണ്ട് വരും, അത് നെറ്റിയിൽ തൊടും. എന്താ അതിൻ്റെ ഉദ്ദേശം? അനുഭവങ്ങൾ മുഴുവൻ മനസ്സിന് പ്രസന്നത വേണം. ആ പ്രസന്നത അങ്ങോട്ട് തന്നെ ഉണ്ടാവുക. ആഗ്രഹങ്ങളാണ് പ്രസന്നതയ്ക്ക് തടസ്സം. ആർക്ക് ആഗ്രഹമുണ്ടോ, മോഹമുണ്ടോ, ദുർമോഹമുണ്ടോ, അവൻ്റെ മനസ്സിൽ പ്രസന്നത ഉണ്ടാവില്ല. അപ്രസന്നനാണവൻ. അപ്പം പ്രസന്ന ചിത്തനായിരിക്കണം. പ്രസാദഃ, ചിയർഫുൾനെസ്, റിജോയ്സിങ്നെസ്, അതാണ് പ്രസന്നത, പ്രസാദം എന്ന് പറഞ്ഞാൽ. അതുണ്ടാവുമത്രേ ആർക്ക്? വിശുദ്ധ സത്വന്. അപ്പം നിങ്ങളുടെ സത്വം വിശുദ്ധമാകുന്നത് വരെ നിങ്ങൾക്ക് പ്രസാദത്തിനോ പ്രസന്നതയ്ക്കോ അവകാശമില്ല എന്ന് നല്ല പോലെ മനസ്സിലാക്കണം. സ്വാത്മാനുഭൂതി, തൻ്റെ ഉള്ളിൽ ഈ ശരീരത്തെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട് ഒരു ചേതനാവിശേഷമുണ്ടെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. അത് എന്താണെന്നൊരു പിടി ആർക്കുമില്ല. ഈ ആത്മ തേജസ് കൊണ്ടോ ആത്മപ്രകാശം കൊണ്ടോ നിങ്ങൾ ഈ ലോകത്തെ മുഴുവൻ അറിയണു.
പക്ഷേ അതിനെ ആരും അറിയുന്നില്ല. ദാ വിശുദ്ധസത്വനായാൽ തൻ്റെ ഉള്ളിൽ വിഷയരൂപത്തിൽ, സബ്ജക്റ്റ് രൂപത്തിൽ സദാ അധിവസിച്ച് ചിന്തിച്ചുകൊണ്ടും വികാരങ്ങൾ കൊണ്ടും ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിച്ച് ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളെല്ലാം കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്ന വിശേഷപ്പെട്ട സാക്ഷിയായിട്ടുള്ള ഒരു ചേതനയുണ്ട്. ആ ആത്മാവിനെ പറ്റിയിട്ട് സ്വയം അനുഭവം ഉണ്ടാവും. ഒരാളും പറയണ്ട. കണ്ണടച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിലിങ്ങനെ തേജസ്സായി, പ്രകാശമായി, സ്പന്ദനമായി, റേഡിയേഷനായി, ഒരു ബോയൻസിയായി നമ്മുടെ ഉള്ളിൽ കണ്ണടച്ചിരിക്കുമ്പോൾ. കണ്ണ് തുറന്നാൽ കാണുന്നത് പുറം വസ്തുക്കളാണ്. ഉൾവസ്തു കാണാൻ ഈ കണ്ണ് ആവശ്യമില്ല. അപ്പം കണ്ണടയ്ക്കുക. കണ്ണടച്ചാലോ ഉള്ളിൽ നിന്ന് പ്രകാശമെന്ന് പറയാൻ പറ്റാത്തത്, ഇരുട്ടെന്ന് പറയാൻ പറ്റാത്തത്, വെളുപ്പോ കറുപ്പോ നീലയോ മഞ്ഞയോ വയലറ്റോ ബ്ലൂവോ ഒന്നുമല്ലാത്തത്, എന്നാൽ ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. എല്ലാ അനുഭവങ്ങൾക്കും നിദാനമായി, അധിഷ്ഠാനമായി, ആധാരമായി, എന്നാൽ ഒരു അനുഭവവും അല്ലാത്തതായ ഒരു വിശേഷപ്പെട്ട അനുഭവം. വേറെ എന്താ വാക്ക് പറയുക? അതാണ് സ്വാത്മാനുഭൂതി. അതുകൊണ്ടുള്ള നേട്ടമോ പരമാപ്രശാന്തി. പ്രശാന്തി എന്ന് പറഞ്ഞാൽ പ്രകർഷരൂപത്തിലുള്ള ശാന്തി. നമുക്ക് നമ്മുടെ ഉദ്ദേശം നിറവേറി എന്നുണ്ടെങ്കിൽ ഒരു സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെ മനസ്സിലുണ്ടാവും. ഇതങ്ങനത്തതല്ല. കിട്ടാനുള്ളതൊക്കെ കിട്ടി, ഇനി കിട്ടാനില്ല, എൻ്റെ ഉള്ളു നിറഞ്ഞു, വേണ്ടത്ര മികവും തികവുമായി, ഇനി എനിക്ക് ഒന്നും വേണ്ട എന്ന് തോന്നി ശാന്തി കൊണ്ട് മനസ്സങ്ങോട്ട് നിറയാം. അതാണ് പ്രശാന്തി. അതും എങ്ങനത്തത്? പരമാപ്രശാന്തി. അറിയാനുള്ള സത്യത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ, ആത്മാ അനുഭവമായതിൻ്റെ പേരിൽ, മനുഷ്യജന്മം സഫലമായതിൻ്റെ പേരിൽ, ഇനി ഒരു ലാഭവും വേണമെന്ന് തോന്നാത്ത വിധത്തിൽ ഉള്ളു പൂർണ്ണമായതിൻ്റെ പേരിൽ പരമമായിരിക്കുന്ന പ്രശാന്തി. തൃപ്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൃപ്തി. ഇംഗ്ലീഷിൽ കണ്ടെന്റ്മെന്റ് എന്ന് പറയും. തൃപ്തി. പ്രഹർഷ. പ്രഹർഷം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വതവേ എക്സിലറേഷൻ എന്നാണ് പറയാറുള്ളത്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സന്തോഷാതിരേകം, പ്രീത്യതിരേകം. പ്രഹർഷ. പരമാത്മനിഷ്ഠ. അതിൽ നിന്ന് ജനിക്കുന്നതാണ്, നിലനിൽക്കുന്നതാണ് പരമാത്മനിഷ്ഠ എന്നൊരു നിഷ്ഠ. എന്താ ഈ പരമാത്മനിഷ്ഠ? പരമാത്മനിഷ്ഠയിൽ മനസ്സും ബുദ്ധിയും മാത്രമേ വിനിയോഗിക്കുള്ളൂ നമ്മൾ. അപ്പം എനിക്ക് ആ ആത്മതത്വം മനസ്സിലായി. ഞാൻ തന്നെയാണത്, ഞാൻ മറ്റൊന്നും ആകാൻ പോകുന്നില്ല, അതിനാൽ എനിക്ക് ഒന്നും വേണ്ട, കൊടുക്കാനുമില്ല, മേടിക്കാനുമില്ല, എനിക്ക് കൂട്ടാനുമില്ല, കുറയ്ക്കാനുമില്ല, വർദ്ധിക്കാനുമില്ല, ക്ഷയിക്കാനുമില്ല, എനിക്ക് ജനനവുമില്ല, മരണവുമില്ല. ജനന മരണങ്ങളുള്ള ദേഹത്തിലാണ് ഞാൻ അധിവസിക്കുന്നത് എന്നുള്ളത് ശരിയാ. വീട്ടിൽ താമസിക്കുന്നത് പോലെ ജനന മരണങ്ങളുള്ള ദേഹത്തിലും അധിവസിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീടല്ലല്ലോ, ദേഹവുമല്ല. അങ്ങനെയുള്ള ഒരു പരമാത്മനിഷ്ഠ യയാ സദാനന്ദരസം സമൃച്ഛതി. അത് ഉള്ളപ്പോഴാണ് ആനന്ദരസം. എവിടെ നിന്നുള്ള ആനന്ദരസം? സത് വസ്തുവിൽ നിന്ന് നിർഗളിക്കുന്നതായ ആനന്ദം. നമുക്ക് കുറേയൊക്കെ ആനന്ദം അനുഭവമുണ്ട്. ഇഷ്ടമുള്ള ആൾക്കാരെ കണ്ടാൽ സന്തോഷം, ഇഷ്ടവസ്തുവാണെങ്കിൽ സന്തോഷം. ഉദ്യോഗസ്ഥന്മാർക്ക് നല്ലൊരു പ്രമോഷൻ കിട്ടി, ശമ്പളം 1 1.5 അല്ലെങ്കിൽ 2 പരമസന്തോഷമാണ്. എല്ലാവർക്കും പാർട്ടിയൊക്കെ വിളിച്ചു കൊടുക്കും. അതൊക്കെ ആനന്ദരസം തന്നെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. സത്തിൽ നിന്ന് വരുന്ന ആനന്ദരസം. മറ്റതോ ക്ഷണിക വസ്തുക്കൾ, നശ്വര വസ്തുക്കൾ, താരതമ്യപ്പെടുത്താവുന്നതായ ലാഭങ്ങളും നേട്ടങ്ങളുമൊക്കെ. ഇതങ്ങനെയല്ല. സദാനന്ദരസം, സത്തിൽ നിന്ന് നിർഗളിക്കുന്നത്. നമ്മുടെ ശരീരം അസത്താണ്, നശ്വരമാണ്. അപ്പം ശരീരമോ ഇന്ദ്രിയങ്ങളോ ജനിപ്പിക്കുന്ന രസമല്ല ഇത്. വിശന്നവന് ഊണ് കഴിച്ച് തൃപ്തിയായി സന്തോഷമായി എന്ന് പറയും, ചിലപ്പോൾ കിടന്നുറങ്ങും. അത് ആ വിശപ്പ് മാറിയതിൻ്റെ സന്തോഷമാണ്. ഇതങ്ങനെയല്ല. ഉള്ളിൽ നിന്നുള്ള ആത്മതത്വം വെളിവായി അതിൻ്റെ പ്രകാശത്തിൽ മനസ്സും ബുദ്ധിയും നിറഞ്ഞ് അങ്ങോട്ട് സന്തോഷിച്ച് ഉല്ലസിച്ചിരിക്കുക. അങ്ങനെയുള്ള ആനന്ദരസം സമൃച്ഛതി, വളരെ വലിയ തോതിൽ ലുബ്ധില്ലാതെ പിശുക്കില്ലാതെ നിരന്തരം അനുഭവപ്പെടുന്നു.